എടാ ഞാൻ ഒരു ലൈവ് പോയിട്ട് ഇപ്പോൾ വിളിക്കാവേ. ഒരു ലൈവ് ഒന്ന് പോയിട്ട്, ഒരു ലൈവിലാണ് ഞാൻ. ലൈവ് കഴിഞ്ഞിട്ട് വിളിക്കാം. ഹലോ ചേർത്തല മച്ചാൻ, വെൽക്കം. ഹായ്. കാണാമല്ലോ അല്ലേ? സ്ക്രീൻ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, എഴുതുന്ന കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഹലോ അനീറ്റ, ഹലോ ജിഷ്ണു, വെൽക്കം ഹന, വെൽക്കം റോഷൻ. So let others also join. This can be regarded as the first session. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു എക്സാമാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് മെയിൻസ്. സോ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ അപ്കമിങ് ഡിഗ്രി പ്രിലിംസ് എക്സാം. സോ ഡിഗ്രി പ്രിലിംസ് എക്സാമാണ് നിങ്ങളുടെ ടിക്കറ്റ്, നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്കുള്ള നിങ്ങളുടെ ടിക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി പ്രിലിംസ് എക്സാമാണ്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 10ഓളം തസ്തികകളിലേക്കുള്ള കോമൺ പ്രിലിംസ് ആണ്. അതിലൊന്ന് യൂണിവേഴ്സിറ്റി എക്സാം, ഒന്ന് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്നുള്ള തസ്തികയാണ് അല്ലേ. അമംഗ് ദ ലോട്ട് നിങ്ങൾക്ക് ജയിലർ ഉണ്ട്, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ നാഷണൽ സേവിങ്സ് ഉണ്ട്, കമ്പനി ബോർഡ്, വിവിധ തസ്തികകളിലേക്കുള്ള മെയിൻസ് പരീക്ഷ വരാനുണ്ട്, SPCID ഉണ്ട്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉണ്ട്. അപ്പം താരതമ്യേന വേക്കൻസി ഉള്ളൊരു തസ്തിക കൂടിയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ കമ്പനി ബോർഡും അതുപോലെ തന്നെ. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ലോഞ്ച് ചെയ്യുന്ന സ്പെഷ്യൽ ടോപ്പിക്, അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ്. ലാസ്റ്റ് ടൈം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് മെയിൻസ് എക്സാമിൽ 20 മാർക്കിനായിരുന്നു സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടായിരുന്നത്. അപ്പം എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ, എഡ്യൂക്കേഷണൽ റിഫോംസ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ പോളിസീസ് ഇൻ ഇന്ത്യ, ഇതൊക്കെയായിരുന്നു സിലബസിൻ്റെ ഏറിയ പങ്കും കവർ ചെയ്തിരുന്ന ടോപ്പിക്ക്. അപ്പം നമുക്ക് ഇത്തവണ അറിയത്തില്ല പുതിയ സിലബസ് എന്താണ്, പഴയ സിലബസ് ഇൻടാക്റ്റ് ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുവാണോ, അതോ വുഡ് ദേ ഫ്രെയിം എ ന്യൂ സിലബസ് ഫോർ ദ അപ്കമിങ് മെയിൻസ് എക്സാം എന്നുള്ള അറിയത്തില്ല. ഇത്രയും ദിവസങ്ങളായിട്ട് സിലബസ് വരാത്ത സ്ഥിതിക്ക് ഐ തിങ്ക് ദേ വിൽ ഗോ വിത്ത് ദ സെയിം പാറ്റേൺ, പ്രീവിയസ് പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുന്നതാണ് കരുതുന്നത്. എനിവേ, സോ നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് മെയിൻസ് എക്സാം പ്രിപ്പറേഷന് ഹരിശ്രീ കുറിക്കുകയാണ്. സോ ഒരു സർട്ടൺ എഡ്ജ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റി മെയിൻസ് എക്സാമിന് കിട്ടേണ്ടത് അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് വഴിയാണ്. പ്രൊവൈഡഡ് നിങ്ങൾക്ക് ദ അതർ ആസ്പെക്ട്സ്, ദ അതർ ഏരിയാസ്, കോമൺ ഏരിയാസ്, മെയിൻസ് എക്സാമിലെ കോമൺ ഏരിയാസ്, അതിൽ MEM വരുന്നുണ്ട്, നിങ്ങൾക്ക് ജനറൽ ഹിസ്റ്ററി, അതുപോലെ തന്നെ ജോഗ്രഫി, എക്കണോമിക്സ് എല്ലാം തന്നെ കോമൺ ആയിട്ട് മെയിൻസ് എക്സാമിൽ കാണും. അതിന് പുറമെ ആ എക്സാമിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ വേണ്ടിയാണ് അവർ സ്പെഷ്യൽ ടോപ്പിക്സ് ഉൾപ്പെടുത്തുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് 2 മെയിൻസ് എക്സാംസ്, LSTD സെക്രട്ടറി ആണെങ്കിലും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണെങ്കിലും ദേ ആക്ച്വലി ഡിവോൾഡ് ഓർ they arranged an exclusive paper 2 അല്ലേ, എ ഡെഡിക്കേറ്റഡ് പേപ്പർ 2 കംപ്രൈസിങ് 100 മാർക്സ്, 100 മാർക്കിൻ്റെ സ്പെഷ്യൽ പേപ്പർ ഉൾപ്പെടുത്തിയിരുന്നു. സിലബസ് പ്രിലിംസ് കഴിഞ്ഞായിരിക്കത്തില്ല, കഴിഞ്ഞ തവണ നമ്മുടെ ആനുവൽ കലണ്ടറിൻ്റെ ഒപ്പം തന്നെ അവർ ഇഷ്യൂ ചെയ്തിരുന്നു. ഒരു ടെൻറ്റേറ്റീവ് കലണ്ടർ അവർ ഇഷ്യൂ ചെയ്യുമല്ലോ, ഡേറ്റ് ഷീറ്റിൻ്റെ ഒപ്പം തന്നെ വി വെയർ ഏബിൾ ടു ഡൗൺലോഡ് ദ സിലബസ് ദിസ് ടൈം. I don't know why they are actually delaying things, but for all good reasons you have to prepare for certain areas which can be regarded as special topics as far as the context of exam is concerned. ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആണെങ്കിൽ വിദ്യാഭ്യാസം, ഇന്ത്യയിലെ വിദ്യാഭ്യാസ നയങ്ങൾ. ഓക്കെ, സോ വെൽക്കം ജിഷ്ണു, അരുൺ വെൽക്കം, ശ്രീഹരി വെൽക്കം, റോഷൻ വെൽക്കം, സിക്സാക് ഹായ്, ഷെറിൻ ജോൺസൺ ഹായ്. അപ്പം ബാച്ചിനെ പറ്റിയൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ പറയാം. അപ്പം ആളുകൾ വരട്ടെ, ജോയിൻ ചെയ്യട്ടെ. ഇപ്പോൾ 18ഓളം ആൾക്കാർ ഇപ്പോൾ ലൈവിലുണ്ട്. ഐ എക്സ്പെക്ട് മോർ. എന്നിട്ട് നമുക്കൊരു സർട്ടൻ ഏരിയ, ഞാൻ ഇന്നലെ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി പോർഷൻ ബംഗാൾ പാർട്ടീഷൻ പഠിച്ച സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് സൂചിപ്പിച്ചിരുന്നു. സ്കോർ ബൂസ്റ്റർ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രിലിംസ് ബാച്ചിന് ഇന്ത്യൻ ഹിസ്റ്ററി കൈകാര്യം ചെയ്തപ്പോൾ ദ ഡോൺ ഓഫ് 19th സെഞ്ച്വറി അല്ലെങ്കിൽ ബിഗിനിങ് ഓഫ് 20th സെഞ്ച്വറി, 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ദേശീയ പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ പ്രസ്ഥാനം ശക്തി പ്രാപിച്ച ഒരു സമയം കൂടിയാണ്. ആ സമയത്ത് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലേക്കാണെങ്കിലും മറ്റ് ബഹുജന സംഘടനകളിലേക്കാണെങ്കിലും ഒരു ബ്രീഡിംഗ് ഗ്രൗണ്ടായിട്ട് മാറിയത് ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളും കലാലയങ്ങളുമാണ് അല്ലേ. അപ്പം നമ്മുടെ വിദ്യാർത്ഥി സമൂഹം പൊളിറ്റിസൈസ് ചെയ്യപ്പെടുകയും രാജ്യത്തിൻ്റെ ആ ഒരു കോസിന് വേണ്ടി, രാജ്യത്തിൻ്റെ ആ ഒരു വലിയ കാരണത്തിന് വേണ്ടി, സ്വാതന്ത്ര്യം എന്നൊരു ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിച്ച ഒരുപാട് ധീരദേശാഭിമാനികളെ സംഭാവന ചെയ്തത് നമ്മുടെ കലാലയങ്ങളാണ്. ഓക്കെ, ഇത്
ഇത് മനസ്സിലാക്കി ഇതിനെതിരെ നടപടി സ്വീകരിച്ച ഒരു ഗവർണർ ജനറലിനെ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയായിരുന്നു ഞാൻ നിങ്ങൾക്ക്. അപ്പോൾ ഇന്ന് ഈ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, ഈവൻ ദോ നമ്മുടെ സിലബസിൽ കഴിഞ്ഞ സ്പെഷ്യൽ ടോപ്പിക്കിൽ ദ എഡ്യൂക്കേഷണൽ പോളിസീസ് ഇൻ ഇന്ത്യ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ആണ് നിങ്ങൾക്ക് സിലബസിൽ പ്രധാനമായിട്ടും അല്ലെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെങ്കിലും, പക്ഷേ നിങ്ങൾക്ക് അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ള വിദ്യാഭ്യാസ നയങ്ങൾ അല്ലെങ്കിൽ ആക്റ്റുകൾ അല്ലെങ്കിൽ റിഫോംസ് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ സ്വാതന്ത്ര്യലബ്ധിക്ക് മുന്നേ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ദ എഡ്യൂക്കേഷണൽ പോളിസീസ് ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് പീരീഡ് അല്ലെങ്കിൽ പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഒരു താരതമ്യ പഠനം കൂടി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. കാരണം പിൽക്കാലത്ത് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ച ശേഷം നമ്മൾ കൈക്കൊണ്ടിട്ടുള്ള പല വിദ്യാഭ്യാസ നയങ്ങളും ഒന്നുകിൽ ഈ പറയുന്നത് പോലെ ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ നയത്തെ തിരുത്തിക്കൊണ്ടുള്ളതോ അല്ലെങ്കിൽ അതിനെ സപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടോ കോംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടോ ഉള്ളതൊക്കെയാണ്. ഓക്കെ, ഇന്നും ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഉന്നയിച്ച പല ചോദ്യങ്ങളും അല്ലെങ്കിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ നയങ്ങൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് അവർ കൈക്കൊണ്ട പല തീരുമാനങ്ങളും ഇന്നും പ്രസ്സിങ് ഇഷ്യൂസായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കൗതുകകരമായൊരു കാര്യം. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ബംഗാൾ പാർട്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട് ലോർഡ് കേഴ്സൺ എന്ന് പറയുന്ന ഗവർണർ ജനറൽ അല്ലെങ്കിൽ വൈസ്രോയെ കോട്ട് ചെയ്തത്. കാരണം നമുക്കറിയാം ക്യാമ്പസ് രാഷ്ട്രീയം, ക്യാമ്പസ് പൊളിറ്റിക്സ് ഇന്നും നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രസ്സിങ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ക്യാമ്പസ് രാഷ്ട്രീയം വേണോ? ക്യാമ്പസ് രാഷ്ട്രീയം ഭൂഷണമാണോ? പഠിക്കാൻ പോകുന്ന കുട്ടികൾ പഠിച്ചാൽ പോരെ? അതോ അവരെ രാഷ്ട്രീയത്തിലേക്ക് കടത്തി വിടേണ്ട ആവശ്യകതയുണ്ടോ? അവർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികളുടെ യുവജന സംഘടനകളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനങ്ങളിലേക്ക് അവർ ഡൈവേർട്ടഡ് ആവേണ്ട ആവശ്യമുണ്ടോ? അതൊക്കെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞു പോരെ, ക്യാമ്പസിൽ ഇങ്ങനെ രാഷ്ട്രീയത്തിന് അവസരം നൽകേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഇന്നലെ ഇത് പഠിപ്പിച്ച് തൊട്ടടുത്ത നിമിഷം എൻ്റെ മുമ്പിൽ വരുന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് നേപ്പാളിൽ ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിച്ചുകൊണ്ട് അവിടെ പുതുതായിട്ട് സ്വാൺ ഇൻ ചെയ്ത അവിടുത്തെ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ നേപ്പാളിലെ കോളേജുകളിൽ കലാലയങ്ങളിൽ ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്യാമ്പസ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ക്യാമ്പസ് രാഷ്ട്രീയം എന്നുള്ള ചോദ്യം, വെദർ ഇറ്റ് ഈസ് ഡിസൈറബിൾ എന്നുള്ളൊരു ചോദ്യം ഫോർ ദ വെരി ഫസ്റ്റ് ടൈം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉന്നയിച്ചൊരു വ്യക്തിത്വം കൂടിയാണ് ആര്? ലോർഡ് കേഴ്സൺ. അദ്ദേഹം എന്താ ചെയ്തത്? നമ്മുടെ ഇന്നത്തെ പോർഷനിൽ, നമ്മുടെ ഇന്നത്തെ ടോപ്പിക്സിൽ നമ്മൾ ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ എഡ്യൂക്കേഷണൽ റിഫോംസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പോളിസീസ് ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് പീരീഡ് എന്നുള്ളതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ പോസ്റ്റർ കണ്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കാണും. 1813 ചാർട്ടർ ആക്റ്റിൽ തുടങ്ങി 1904 യൂണിവേഴ്സിറ്റീസ് ഓഫ് ഇന്ത്യ ആക്ട് വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ പോർഷനായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 1813 ചാർട്ടർ ആക്ട്, അതിനുശേഷം ഏതാടെ ചാർട്ടർ ആക്ട് കഴിഞ്ഞ് അടുത്ത ഉൾക്കൊള്ളിച്ച ഏതാണ്? 20 വർഷത്തിന് ശേഷം 1833-35 പീരീഡിലെ മക്കോളേസ് മിനിറ്റ്സ് അല്ലേ, മക്കോളേസ് മിനിറ്റ്സ്. അതിനുശേഷം ഏതാണ് പറഞ്ഞേ? അറിയാവുന്ന ആൾക്കാർ പറഞ്ഞേ, ആ പോസ്റ്ററിന്ന് എടുത്ത് വായിച്ചേ. മക്കോളേസ് മിനിറ്റ്സ്. പിന്നെ ഏതാണ്? ഒഫീഷ്യൽ ലാംഗ്വേജ് ചേഞ്ച്. ഏത് വർഷം? ഒഫീഷ്യൽ ലാംഗ്വേജ് ചേഞ്ച് ഏത് വർഷമാണ്? 1837 ഒഫീഷ്യൽ ലാംഗ്വേജ് മാറ്റുന്നുണ്ട്. 1837 ഒഫീഷ്യൽ ലാംഗ്വേജ് ചേഞ്ച്. അതായത് നമ്മൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് 1773 റെഗുലേറ്റിംഗ് ആക്ട് തൊട്ട് ഫൈനൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. 1773 റെഗുലേറ്റിംഗ് ആക്ടിലാണ് ഫോർ ദ വെരി ഫസ്റ്റ് ടൈം ബ്രിട്ടീഷ് പാർലമെൻറ്റ് നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അഫയേഴ്സ് റെഗുലേറ്റ് ചെയ്യാൻ ആരംഭിച്ചത്. അതുകൊണ്ടാണ് ആ നിയമത്തിനെ റെഗുലേറ്റിംഗ് ആക്ട് എന്നുള്ള പേര് വിളിക്കുന്നത്. അന്നാണ് ഫോർ ദ വെരി ഫസ്റ്റ് ടൈം ഈ 3 പ്രസിഡൻസീസിനും ഗവർണർ ജനറൽ എന്നുള്ളൊരു പൊസിഷൻ. അങ്ങനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ, ഗവർണർ ജനറൽ ഓഫ് ബോംബെ ആൻഡ് ഗവർണർ ജനറൽ ഓഫ് മദ്രാസ്. അതിൽ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. ഇപ്പോൾ ഈവൻ ദോ ഗവർണർ ജനറൽ എന്ന് പറയുമ്പോൾ 3 പ്രസിഡൻസിക്കും ഒരു തുല്യ പരിഗണനയാണെങ്കിൽ പോലും വെൻ ഇറ്റ് കംസ് ടു എക്സ്റ്റേണൽ അഫയേഴ്സ് ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് 1773 റെഗുലേറ്റിംഗ് ആക്ട് വന്നത്. അല്ലാതെ മൊത്തത്തിൽ ഗവർണർ ജനറൽ ഓഫ് മദ്രാസിനെയും ഗവർണർ ജനറൽ ഓഫ് ബോംബെയും സബോർഡിനേറ്റ് ചെയ്യിച്ചിട്ടില്ല. ഫോർ ഇൻറ്റേർണൽ അഫയേഴ്സ് ദേ ആർ ആക്ച്വലി ഈക്വൽ, ബട്ട് വെൻ ഇറ്റ് കംസ് ടു കറസ്പോണ്ടൻസ് വിത്ത് ബ്രിട്ടൻ ദ കറസ്പോണ്ടൻസ് ആർ ആക്ച്വലി മെയ്ഡ് ബൈ അല്ലെങ്കിൽ എക്സ്റ്റേണൽ പോളിസീസ് ആർ ആക്ച്വലി ഡെൽറ്റ് ബൈ
ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. അത്തരത്തിലാണ് ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ വാരൻ ഹേസ്റ്റിങ്സിൻ്റെ കാര്യം പഠിക്കുന്നത്. അപ്പോൾ വാരൻ ഹേസ്റ്റിങ്സിൽ തുടങ്ങി ഈ പറയുന്ന പോലെ കോൺവാലിസിലൂടെ നമ്മുടെ വില്യം ബെൻഡിക്കിലൂടെ ഡൽഹൌസിയിലൂടെ നമ്മൾ കേഴ്സൺ വരെ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രധാനമായിട്ടും നമ്മുടെ മോഡേൺ ഇന്ത്യയിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ലോർഡ് കേഴ്സണുമായിട്ട് ബന്ധപ്പെട്ട് ഈ യൂണിവേഴ്സിറ്റീസ് ഓഫ് ഇന്ത്യ ആക്ട് പ്രസക്തമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. ഈ യൂണിവേഴ്സിറ്റീസ് ഓഫ് ഇന്ത്യ ആക്ടിലാണ് യൂണിവേഴ്സിറ്റികൾ പഠനശാലകളാണ്, പഠനത്തിനും റിസർച്ചിനും വേണ്ടിയുള്ള അവന്യൂ ആണ് യൂണിവേഴ്സിറ്റീസ് എന്നുള്ളത്. ഓക്കെ, അതായത് പഠന സംബന്ധമായിട്ടുള്ള റിസർച്ച് വർക്ക്സ്, അതുപോലെ തന്നെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്, ഇതൊക്കെ നടക്കേണ്ട ഇടമാണെന്ത് യൂണിവേഴ്സിറ്റീസ് എന്നുള്ളത്. അല്ലാതെ രാഷ്ട്രീയക്കാരെ വളർത്തിയെടുക്കാനുള്ള ബ്രീഡിംഗ് ഗ്രൗണ്ട്സ് ആകാൻ പാടില്ല എന്ന് പറഞ്ഞത് ലോർഡ് കേഴ്സൻ്റെ കാലഘട്ടത്തിലാണ്. അതിനായിട്ട് ലോർഡ് കേഴ്സൺ അപ്പോയിൻറ്റ് ചെയ്തൊരു കമ്മിറ്റിയാണ് റെലെ കമ്മീഷൻ. അതിനായിട്ട് ലോർഡ് കേഴ്സൺ അപ്പോയിൻറ്റ് ചെയ്തൊരു കമ്മീഷനാണെന്ത് റെലെ കമ്മീഷൻ എന്നുള്ളത്. റെലേഗ് എന്ന് എഴുതും, റെലെ കമ്മീഷൻ. ഓക്കെ, വെരി ഗുഡ് റൈനി, റെലെ കമ്മീഷൻ. ഓക്കെ, അതിന് പുറമെ അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് ലിസ്റ്റ് ചെയ്യാം. പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഈവൻറ്റ്സ് ഒന്ന് ലിസ്റ്റ് ചെയ്യാം. 1813 ചാർട്ടർ ആക്ട്. അതിനുശേഷം ഏതാണ്? അതിനുശേഷം 1835 മക്കോളേസ് മിനിറ്റ്സ്. 1835 മക്കോളേസ് മിനിറ്റ്സ്. 1837 ഒഫീഷ്യൽ ലാംഗ്വേജ് മാറുന്നുണ്ട്. 1837 ഒഫീഷ്യൽ ലാംഗ്വേജ് മാറുന്നുണ്ട്. അടുത്തത് 1902. 1902 സോറി 1902 അല്ലല്ലോ, അടുത്ത വരുന്ന ഏതാ? 1837 കഴിഞ്ഞാൽ വരുന്നത് വുഡ്സ് ഡെസ്പാച്ച് ആണ്. വുഡ്സ് ഡെസ്പാച്ച് 1854 വുഡ്സ് ഡെസ്പാച്ച് വരുന്നുണ്ട്. ആൻഡ് 1882 ഹുന്തർ കമ്മീഷൻ വരുന്നത്. 1882 ഹുന്തർ കമ്മീഷൻ വരുന്നു. 1882 ഹുന്തർ കമ്മീഷൻ വരുന്നു. ആൻഡ് 1902 റെലെ കമ്മീഷൻ വരുന്നത്. 1904 യൂണിവേഴ്സിറ്റീസ് ഓഫ് ഇന്ത്യ ആക്ട് നടപ്പിലാവുന്നു. അപ്പോൾ നമുക്കിതെല്ലാം 1 by 1 ആയിട്ട് പോവാം. ഓക്കെ, സോ ദാറ്റ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഭരണാധികാരികൾ, അത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിച്ച കാലഘട്ടമാണെങ്കിലും ശരി, പിൽക്കാലത്ത് 1857 ശേഷം ക്യൂൻസ് പ്രൊക്ലമേഷന് ശേഷം ക്രൗൺസ് റൂൾ വന്ന സമയത്താണെങ്കിലും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ, അത് പ്രൈമറി എഡ്യൂക്കേഷൻ ആണെങ്കിലും സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണെങ്കിലും ടെർഷറി ഹയർ എഡ്യൂക്കേഷൻ ആണെങ്കിലും കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട നയങ്ങൾ എന്താണ്, അതിലേതൊക്കെയാണ് പിൽക്കാലത്ത് നമ്മൾ തുടർന്ന് പോയത്, ഇന്നെന്താണ് അതിലെ പല അന്നെടുത്ത നയപരമായ തീരുമാനങ്ങളിൽ പുതിയ കാലഘട്ടത്തിൽ, അതായത് ഇപ്പോൾ ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ എത്തി നിൽക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്നുള്ള വ്യക്തമായ സ്പഷ്ടമായ കോൺസെപ്റ്റുവലായിട്ടുള്ള നോളജ് നോഹവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് എങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുമെങ്കിൽ ആ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ 80-85%, 90% വരെ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വേണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണം. സോ ആ ക്ലാരിറ്റി എങ്ങനെ ഇമ്പാർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ സെഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പതിവ് പോലെ നമുക്കൊരു ക്വസ്റ്റ്യനിൽ തുടങ്ങാം. കാരണം ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓൺ ദ റിയൽ ഡേ ഓഫ് എക്സാം നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. ഈ ആട്രിബ്യൂട്ട്സ് ആണ്, ഈ ഫീച്ചേഴ്സ് ആണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസിൽ അവർ ഉൾപ്പെടുത്താൻ പോകുന്നത്. ചോദ്യങ്ങളുടെ രൂപത്തിൽ ഉൾപ്പെടുത്താൻ നേരം നിങ്ങൾ എന്തൊക്കെ പഠിച്ച് എന്തൊക്കെ കഥകൾ കേട്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റണം, നിങ്ങളുടെ ലോജിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിൽ എന്തൊക്കെ ചോദിക്കാം, എങ്ങനെ നിങ്ങൾക്ക് ഇത് ഓരോന്നിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാം, എന്തായിരുന്നു ചാർട്ടർ ആക്ട്, അതിനുശേഷം വന്ന മക്കോളേസ് മിനിറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു, 1837 ഒഫീഷ്യൽ ലാംഗ്വേജ് മാറിയത് ഏത് ഭാഷയിൽ നിന്ന് ഏത് ഭാഷയിലോട്ടാണ് മാറിയത്, 1854 വുഡ്സ് ഡെസ്പാച്ചും 1835 മക്കോളേസ് മിനിറ്റും ഒരു പെയറായിട്ട്, ഒരു ജോഡിയായിട്ട് എടുക്കാമെങ്കിൽ രണ്ടിനെ എങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കാം, അതിൽ നിന്ന് ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദ്യമായിട്ട് ചോദിക്കാം, എന്താണ് ഹുന്തർ കമ്മീഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്, എന്തിനാണ് യൂണിവേഴ്സിറ്റീസ് ഓഫ് ഇന്ത്യ ആക്ട് ലോർഡ് കേഴ്സൺ കൊണ്ടുവന്നത്. കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് അത് അറിയാം. കഴിഞ്ഞ ബംഗാൾ പാർട്ടീഷൻ്റെ ക്ലാസ്സിൽ ഞാൻ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്നത് ആവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തുടങ്ങാം. നിങ്ങൾ ചുമ്മാ ഈ ക്വസ്റ്റ്യൻ ഒന്ന് അറ്റംപ്റ്റ് നടത്തേ, തെറ്റിക്കോട്ടെ, സാരമില്ല. നിങ്ങളുടെ ഗിവൺ നോളജ് വെച്ചിട്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ അസിസ്റ്റൻറ്റ് മെയിൻസ് എക്സാം അറ്റൻഡ് ചെയ്യുന്ന പോലെ നിങ്ങളൊന്ന് നടത്തോട്ടെ. പക്ഷേ കോൺസിക്വൻസ് ഇല്ല, നിങ്ങൾക്ക് ഇവിടെ ജോലി നഷ്ടപ്പെടത്തില്ല. ബട്ട് ഗിവ് എ ട്രൈ. ചോദ്യം ഒന്ന് വായിച്ചേ, നന്നായിട്ട് ചോദ്യം ഒന്ന് വായിച്ചേ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. വുഡ്സ് ഡെസ്പാച്ചിനെ കുറിച്ചാണ് ചോദ്യം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നൊരു ചോദ്യമാണ്. കാരണം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആണ് എക്സാം.
ഇന്ത്യൻ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ പ്രീ ഇൻഡിപെൻഡൻസ് അഫയേഴ്സ്, പോളിസീസ്, ആക്ട്സ് ഒക്കെ ചോദ്യമായിട്ട് വരാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. സോ ഓഫ് കോഴ്സ് ഇതൊരു ഹോട്ട് ഏരിയ ആണ്. വുഡ്സ് ഡെസ്പാച്ച് ഒരു ഹോട്ട് ഏരിയ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണെന്ത് വുഡ്സ് ഡെസ്പാച്ച് എന്നുള്ളത്. അപ്പോൾ ഒന്ന് പറഞ്ഞ് ചുമ്മാ ഒന്ന് അറ്റൻഡ് ചെയ്തേ. നിങ്ങൾ അറ്റൻഡ് ചെയ്തേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച ശേഷം ശരിയായിട്ടുള്ളവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വുഡ്സ് ഡെസ്പാച്ച് ഫോളോഡ് ട്രിക്കിൾ ഡൗൺ തിയറി. എക്കണോമിക്സിൽ 5 year പ്ലാൻസിൽ ട്രിക്കിൾ ഡൗൺ തിയറി എന്താണെന്ന് നമ്മൾ പഠിക്കാറുണ്ട്. ഒരു കാര്യം എടുത്ത് മുകളിലോട്ട് എറിഞ്ഞു കഴിച്ചാൽ അതിൻ്റെ ഗുണഫലങ്ങൾ താഴെ തട്ടിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് അരിച്ചരിച്ചരിച്ചരിച്ചിറങ്ങും എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാറുള്ളത്? ട്രിക്കിൾ ഡൗൺ എഫക്റ്റ് എന്ന് വിളിക്കാറുള്ളത്. എന്താണ് ട്രിക്കിൾ ഡൗൺ എഫക്റ്റ് എന്ന് വിളിക്കാറുള്ളത്? ഒരു സെക്കൻഡ്. സോ വാട്ട് ഈസ് ട്രിക്കിൾ ഡൗൺ എഫക്റ്റ് അല്ലെങ്കിൽ ട്രിക്കിൾ ഡൗൺ തിയറി? ട്രിക്കിൾ ഡൗൺ തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് യു ആർ ആക്ച്വലി ത്രോയിങ് സംതിങ് ടു ദ ടോപ്പ് ഓഫ് സംതിങ്, ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയറിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പതുക്കെ അതിൻ്റെ ബെനിഫിറ്റ് എവിടേക്ക് എത്തിക്കോളും? താഴേക്ക് എത്തിക്കോളും എന്ന് പറയുന്നതിനെയാണ് ട്രിക്കിൾ ഡൗൺ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ വുഡ്സ് ഡെസ്പാച്ച് അത്തരത്തിലൊരു ട്രിക്കിൾ ഡൗൺ തിയറിയാണ് ഫോളോ ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വുഡ്സ് ഡെസ്പാച്ച് ഇത് പറയാതെ പറയുന്നത് എന്താ? ഇവിടാണ് നിങ്ങൾ വരികൾക്കിടയിലൂടെ വായിക്കേണ്ടത്. ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടാണ് നിങ്ങൾ വരികൾക്കിടയിലൂടെ വായിക്കേണ്ടത്. വരികൾക്കിടയിലൂടെ എന്താ വായിക്കേണ്ടത്? ഇവിടെ ചോദ്യമിട്ട ചോദ്യകർത്താവ് നിങ്ങളടുത്ത് ചോദിച്ചിരിക്കുന്നത് വുഡ്സ് ഡെസ്പാച്ചിലൂടെ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നൊരു ആശയം ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നടപ്പിലാക്കിയോ എന്നതാണ് ഇവിടുത്തെ ചോദ്യം. എന്താണ്? എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നൊരു ആശയം നടപ്പിലാക്കിയോ എന്നതാണ് ചോദ്യം. കാരണം ട്രിക്കിൾ ഡൗൺ തിയറി ആകുമ്പം ഇറ്റ് ഈസ് നോട്ട് മെൻ ഫോർ ഓൾ, ഇറ്റ് ഈസ് നോട്ട് മെൻ ഫോർ ദ മാസസ്. എല്ലാവർക്കും ഉള്ളതിനെ ഒരിക്കലും എന്തെന്ന് പറയത്തില്ല, ട്രിക്കിൾ ഡൗൺ എന്ന് പറയത്തില്ല. ഏറ്റവും ക്രമായിട്ടുള്ള ഏറ്റവും എലൈറ്റ് ആയിട്ടുള്ള കുറച്ച് ആളുകൾക്ക് സൗകര്യം ചെയ്ത് കൊടുക്കുകയാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ട്രിക്കിൾ ഡൗൺ എന്ന് വിളിക്കുക. വിത്ത് ദ എക്സ്പെക്റ്റേഷൻ ദാറ്റ് ഇത്തരത്തിൽ വിദ്യാഭ്യാസം കിട്ടിയ ഈ ക്രമായിട്ടുള്ള എലൈറ്റ് ആയിട്ടുള്ള മനുഷ്യർ അവർക്ക് കിട്ടിയ വിദ്യാഭ്യാസം ഉപയോഗിച്ച് താഴെ തട്ടിലേക്ക് ഈ കിട്ടിയ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണഫലങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കും. അവർ ബാക്കിയുള്ളവരെ പഠിപ്പിച്ചോളും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് എന്ത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണ്ട? എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറയുന്ന, അല്ലെ പൊതുവിദ്യാഭ്യാസം എന്നുള്ള ആ ഒരു മാസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണ്ട. ഇത്രയും കാര്യങ്ങൾ ഈ ഒരൊറ്റ സെൻറ്റൻസിൽ അടങ്ങിയിട്ടുണ്ട്. വുഡ്സ് ഡെസ്പാച്ച് ട്രിക്കിൾ ഡൗൺ തിയറിയാണ് ഫോളോ ചെയ്തതെന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. എന്താണ്? ഗവൺമെൻറ് എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ള ആശയം ഏറ്റെടുത്തിട്ടില്ല. എഡ്യൂക്കേഷൻ ഈസ് നോട്ട് മെൻ ഫോർ ഓൾ. Trickle down means the education is given to a certain higher class, certain people who belong to the crumb of the society, with the expectation that they would actually pass on what they got to the bottommost of the people. അതാണ് ട്രിക്കിൾ ഡൗൺ തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനാണോ? അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, വുഡ്സ് ഡെസ്പാച്ച് ഫോക്കസ്ഡ് ഓൺ ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഉന്നത വിദ്യാഭ്യാസത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് വന്ന ഒരു വിദ്യാഭ്യാസ ഫോർമുലയാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ പോളിസിയാണ് വുഡ്സ് ഡെസ്പാച്ചായിട്ട് പരിണമിച്ചത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇവിടെ മനസ്സിലാക്കിക്കോ, ഇത് രണ്ടും തെറ്റാണ്. ഇത് രണ്ടും സ്വാപ്പ് ചെയ്തിട്ടിരിക്കുകയാണ്. എന്താ സ്വാപ്പ് ചെയ്തിട്ടിരിക്കുന്നതെന്ന് അറിയാമോ? ഇവിടെ വുഡ്സ് ഡെസ്പാച്ച് എന്നതിന് പകരം മക്കോളേസ് മിനിറ്റ്സ് എന്നായിരുന്നെങ്കിൽ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയായേനെ. ഇവിടെ വുഡ്സ് ഡെസ്പാച്ച് എന്നതിന് പകരം മക്കോളേസ് മിനിറ്റ്സ് എന്നായിരുന്നെങ്കിൽ രണ്ട് പ്രസ്താവനകളും എന്തായേനെ? ശരിയായേനെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ കാണുന്ന രണ്ട് പ്രസ്താവനകളുണ്ടല്ലോ, അതെന്തിൻ്റെ ഫീച്ചറാ? അത് മക്കോളേസ് മിനിറ്റ്സിൻ്റെ ഫീച്ചറാ. ആരാ മക്കോളെ? ലോർഡ് മക്കോളെ ആരാടെ? ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ഇൻ കൗൺസിൽ GG ഇൻ കൗൺസിലിലെ ഫസ്റ്റ് ലോ മെമ്പർ ആണ് ആര്? നമ്മുടെ മക്കോളെ പ്രഭു എന്ന് പറയുന്നത്. ആ ലോ മെമ്പേഴ്സ് അല്ലെ ഗവർണർ ജനറൽ ഇൻ കൗൺസിൽ തനിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ശ്രദ്ധിച്ചേ, ഇതിനെ തന്നെയാണ്, ഈ ട്രിക്കിൾ ഡൗൺ തിയറിയെ തന്നെയാണ് നമ്മൾ വിളിക്കുന്നത് ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി എന്നുള്ളത്. എന്താണ് ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി എന്ന് പറഞ്ഞാലും ട്രിക്കിൾ ഡൗൺ തിയറി എന്ന് പറഞ്ഞാലും സെയിം ആണ്, ഒന്ന് തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. സോ ഈ മക്കോളേസ് മിനിറ്റ്സിലാണ്
എന്ത് ട്രിക്കിൾ ഡൗൺ തിയറി അല്ലെങ്കിൽ ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി എന്ന് പറയുന്ന ഒരു പ്രൊപ്പോസൽ ആര് വെച്ചത്? മക്കോളെ വെച്ചത്. വർഷം ഏതാണ്? 1835 ആണ്. ആരാണ് ഭരണത്തിലിരിക്കുന്നത്? ഇന്ത്യയുടെ ഭരണത്തിലിരിക്കുന്നത് വില്യം ബെൻഡിക്കാണ്. ആരാണ്? വില്യം ബെൻഡിക്കാണ് ഇന്ത്യ ഭരിക്കുന്നത്. വില്യം ബെൻഡിക്കാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യ ഭരിക്കുന്നത്. എന്താണ് വില്യം ബെൻഡിക്കിൻ്റെ പ്രത്യേകത? അപ്പോൾ വില്യം ബെൻഡിക്കിനെ റെഫറൻസ് ആക്കി വെച്ചുകൊണ്ട് ലോർഡ് മക്കോളയെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് പഠിക്കാം? മക്കോളെ മിനിറ്റ്സും അതിൻ്റെ ഫീച്ചേഴ്സും പഠിക്കാം. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യനൂടെ കണ്ടിട്ട് നമുക്കത് ചെയ്യാം. നോക്കൂ, അടുത്തൊരു ക്വസ്റ്റ്യനോട് ചുമ്മാ നിങ്ങളുടെ മൈൻഡ് ഒന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്യട്ടെ. അതല്ലാതെ ഒരു PPT ഇട്ട് നിങ്ങൾക്ക് കുറേ ഇൻഫർമേഷൻ അങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിപ്പിക്കുമ്പം പറഞ്ഞു തരുമ്പോൾ അത് രജിസ്റ്റേർഡ് ആവത്തില്ല. ഇനി രജിസ്റ്റേർഡ് ആവും, നിങ്ങൾ ക്യൂരിയസ് ആവും. എന്തുകൊണ്ട്? ഇത് തെറ്റാണെന്ന് മനസ്സിലായി. ഇപ്പം ഇവിടെ ശരിക്കും വുഡ്സ് ഡെസ്പാച്ച് എന്ന് പറഞ്ഞിട്ട് തന്ന കാര്യം മക്കോളേസ് മിനിറ്റ്സ് ആണെങ്കിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ജനിക്കും എന്താണ് വുഡ്സ് ഡെസ്പാച്ച് എന്നുള്ളത്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഒരു റിവേഴ്സ് ഓർഡറാണ് പരീക്ഷിച്ചത്. ആദ്യം അവർ ഫോക്കസ് ചെയ്തത് ഹയർ എഡ്യൂക്കേഷനാണ്. എന്താണ്? ഹയർ എഡ്യൂക്കേഷനാണ്. ഏതിലൂടെ? മക്കോളേസ് മിനിറ്റ്സിലൂടെ. അതിനുശേഷം സെക്കൻഡറി എഡ്യൂക്കേഷൻ ഏതിലൂടെ? വുഡ്സ് ഡെസ്പാച്ചിലൂടെ. അതിനുശേഷമാണ് അവർ പ്രാഥമിക വിദ്യാഭ്യാസത്തിലോട്ട് വന്നത്. ഏതിലൂടെ? ഹൂണ്ടർ കമ്മീഷനിലൂടെ. അപ്പോൾ ഒരു റിവേഴ്സ് ഓർഡറിലാണ് കാര്യങ്ങളൊക്കെ പോയത്. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരികൾക്കിടയിലൂടെ വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യമില്ലേ. ഈ ഒരു ഇൻപുട്ട് തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചോദ്യങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചേ. പിന്നെ ഒരു കാര്യം, ഈ ബാച്ചിൻ്റെ പ്രത്യേകത പറയാം. ഇതൊരു പെയ്ഡ് ബാച്ചാണ്. ആദ്യത്തെ 250 പേരിൽ നിന്ന് 500 രൂപ ഫീസ് വാങ്ങിയാണ് ഈ ബാച്ച് റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് ഈ ആഴ്ച തന്നെ പ്രോപ്പറായിട്ട് നമ്മൾ സ്കോർ ബൂസ്റ്റർ കോഴ്സൂടെ പോവുകയാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു 1 അല്ലെങ്കിൽ 2 ക്ലാസ്സാണ് ഇപ്പോൾ നിലവിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും. 2 മണിക്കൂർ മിനിമം ഡ്യൂറേഷനുള്ള ക്ലാസ്സസ് ആയിരിക്കാം. ഇപ്പോൾ നിലവിൽ നമ്മുടെ സിലബസ് വെച്ചിട്ട് അത് വളരെ എളുപ്പമാണ്. 20 മാർക്കിൻ്റെ സിലബസേ ഉള്ളൂ. കുറച്ച് ഏരിയ വാസ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് ഹിസ്റ്ററി പറഞ്ഞു പോകാൻ പറ്റും. ഈ സ്റ്റോറി മോഡൽ നിങ്ങളത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്പെഷ്യൽ ടോപ്പിക് ഒരു ചടങ്ങ് ആവത്തേയില്ല, ഒരു സീൻ ആവത്തേയില്ല. ഓക്കെ, അപ്പോൾ ആഴ്ചയിൽ മിനിമം 2 ക്ലാസ് വെച്ചിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അതിൽ ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. @harris1489 എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു ടെലിഗ്രാം കോഡിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി, DM ഇട്ടാൽ മതി. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഈ ചാറ്റ് ഗ്രൂപ്പിൽ തന്നെ പേയ്മെൻറ്റ് ലിങ്ക് ഇട്ട് തരാം. ഓക്കെ, നൗ ഫോക്കസ് ഹിയർ. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം കൂടെ നിങ്ങൾ നോക്കേ. അടുത്ത ചോദ്യം നോക്കേ. മക്കോളേസ് മിനിറ്റ്സ് ഈസ് റിഗാർഡഡ് ആസ് ദ മാഗ്ന കാർട്ട ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മോഡേൺ എഡ്യൂക്കേഷൻ്റെ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നത് മക്കോളെ മിനിറ്റിനെയാണെന്ന്. എന്താണ്? മക്കോളേസ് മിനിറ്റിനെയാണെന്ന്. മോളത്തിൻ്റെ ഉത്തരം എന്ത് വന്നടേ? മോളത്തിൻ്റെ ഉത്തരം 2 സ്റ്റേറ്റ്മെൻറ്റും തെറ്റാ കേട്ടോ. D ആണ് ആൻസർ. ഇതൊന്ന് ശ്രദ്ധിച്ച് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് ശ്രദ്ധ കൊണ്ടുവന്നേ. മക്കോളേസ് മിനിറ്റ്സ് ഈസ് റിഗാർഡഡ് ആസ് ദ മാഗ്ന കാർട്ട ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം പരിഗണിക്കുകയാണെങ്കിൽ അതിൻ്റെ മാഗ്ന കാർട്ട എന്ന് വിളിക്കാൻ സാധിക്കുന്നത് മക്കോളെ മിനിറ്റ്സിനെയാണ്. രണ്ടാമത്തെ പ്രസ്താവന വായിച്ചു നോക്കൂ. രണ്ടാമത്തെ പ്രസ്താവനയിൽ പറയുന്നത് മക്കോളെ മിനിറ്റ്സ് ഫോക്കസ്ഡ് ഓൺ എഡ്യൂക്കേഷൻ ഫോർ ദ മാസസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് മനസ്സിലായില്ലേ? കാരണം ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ വുഡ്സ് ഡെസ്പാച്ച് ട്രിക്കിൾ ഡൗൺ തിയറി ആണെന്ന് പറഞ്ഞപ്പം അത് തെറ്റാണ്. ട്രിക്കിൾ ഡൗൺ തിയറി അല്ലെങ്കിൽ ഈ പറയുന്ന ഡൗൺവേർഡ് ഫിൽട്രേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഫോർ ദ ടോപ്പ് മോസ്റ്റ് ക്രം ഓഫ് ദ പീപ്പിൾ ആൻഡ് നോട്ട് ഫോർ ദ മാസസ് എന്നുള്ളത് ഫോളോ ചെയ്ത് ഏതാണ്? മക്കോളേസ് മിനിറ്റ് ആണ്. ഏതാണ്? മക്കോളേസ് മിനിറ്റ്സ് ആണ്. അപ്പോൾ മക്കോളേസ് മിനിറ്റ്സ് എഡ്യൂക്കേഷൻ ഫോർ ദ മാസസ് എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? എന്തുകൊണ്ടാണ് അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആവുന്നത്? They never intended to give education for the masses. They didn't want to take education as a subject. പബ്ലിക് എഡ്യൂക്കേഷൻ എന്നുള്ളത് സ്റ്റേറ്റ് റെസ്പോൺസിബിലിറ്റി ആക്കാൻ വില്യം ബെൻഡിക്കിൻ്റെ ഭരണകൂടം ഉദ്ദേശിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണകൂടം ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇത് ശരിക്കും എന്തിൻ്റെ ഫീച്ചറാണെന്നറിയാവോ? ഇത് വുഡ്സ് ഡെസ്പാച്ചിൻ്റെ ഫീച്ചറാണ്. ഇതെന്തിൻ്റെ ഫീച്ചറാണ്? ഇത് വുഡ്സ് ഡെസ്പാച്ചിൻ്റെ ഫീച്ചറാണ്. അതുകൊണ്ടാണ് വുഡ്സ് ഡെസ്പാച്ചിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. 1215 1215 ഒരു ഇംഗ്ലീഷ് രാജാവ് സർട്ടൺ റൈറ്റ്സ് ജനങ്ങൾക്ക് അനുവദിച്ചുകൊണ്ട് നടത്തിയ ഒരു വിളംബരത്തെയാണ് നമ്മൾ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. ഇംഗ്ലണ്ടിലെ ഒരു കിങ്ങിൻ്റെ ഏറ്റവും ജനപ്രിയമായിട്ടുള്ളൊരു വിളംബരത്തെയാണ് നമ്മൾ മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നത്. അത്തരം ജനപ്രിയമായ
രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും സാധാരണക്കാർക്കും വിദ്യാഭ്യാസം നൽകണമെന്ന് ചാൾസ് വുഡ് എന്ന് പറയുന്ന ഒരു ഐ തിങ്ക് ഹീസ് എൻ ഒഫീഷ്യൽ, അയാളുടെ പൊസിഷൻ ഞാൻ പറയാം. ഹീസ് എ കീ ഒഫീഷ്യൽ അണ്ടർ ലോർഡ് ഡാൽഹൗസിയുടെ കീഴിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു ചാൾസ് വുഡ്. ഡാൽഹൗസിക്ക് എഴുതിയ കത്താണ് നമ്മൾ വുഡ്സ് ഡെസ്പാച്ചായിട്ട് പഠിക്കുന്നത്. ആ വുഡ്സ് ഡെസ്പാച്ചിൽ 1854 ഇത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് മാത്രമുള്ള കോഴ്സാണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് എഡ്യൂക്കേഷൻ സംബന്ധിച്ച സ്പെഷ്യൽ ടോപ്പിക് ചിലപ്പോൾ 100 മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക്ക് വരും. അതിൽ എക്കണോമിക്സും കാര്യങ്ങളും എല്ലാം ചിലപ്പം കാണും. അത് ഞാൻ കോമൺ ആയിട്ട് എല്ലാത്തിനും എടുക്കത്തുള്ളൂ. 100 മാർക്കിനാണ് സ്പെഷ്യൽ ടോപ്പിക്കെങ്കിൽ അതിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ സ്വഭാവം വെച്ച് എഡ്യൂക്കേഷൻ പോളിസീസും ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ റിഫോംസും പ്രീ ഇൻഡിപെൻഡൻറ്റ് പീരീഡും ഹിസ്റ്ററിയൊക്കെ ഇതായിട്ട് വരുമല്ലോ, അതിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്കാണ് സിഗ്സാഗ് ചെയ്ത്. ഓക്കെ, ആർ ഗെറ്റിംഗ് മീ? അപ്പോൾ ശ്രദ്ധിച്ചേ. സോ വുഡ്സ് ഡെസ്പാച്ച് എന്നുള്ളത് ചാൾസ് വുഡ് ഡാൽഹൗസിക്ക് അയച്ച കത്താണ്. അതിനെയാണ് മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നത്. സോ 2 സ്റ്റേറ്റ്മെൻറ്റും തെറ്റാന്ന് മനസ്സിലായല്ലോ. തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? തെറ്റാണ്. എന്തല്ല, മക്കോളെ മിനിറ്റ് അല്ല മാഗ്ന കാർട്ട. അതുപോലെ തന്നെ മക്കോളെ മിനിറ്റ് എന്ത് ഫോക്കസ് ചെയ്തിട്ടില്ല? മാസസിന് ഫോക്കസ് ചെയ്തിട്ടില്ല. ഹയർ എഡ്യൂക്കേഷൻ ആർക്ക് കൊടുക്കാനാണ് ഫോക്കസ് ചെയ്തത്? ഇവിടുത്തെ വരേണ്യവർഗത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാർക്ക് ഈ പറയുന്നത് പോലെ എഡ്യൂക്കേഷൻ കൊടുക്കാനാണ് അത് ഉദ്ദേശിച്ചത്. ഇനി അടുത്ത നോക്കേ. ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ, ഇറ്റ് വാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കോളേസ് മിനിറ്റ്സ് ആണ് കേട്ടോ. ഇറ്റ് എന്നല്ല, ഇവിടെ മക്കോളേസ് മിനിറ്റ്സ് ആണ്. മക്കോളേസ് മിനിറ്റ്സ് വാസ് ആക്ച്വലി ബേസ്ഡ് ഓൺ ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ്. മക്കോളേസ് മിനിറ്റ്സിനെ പറ്റിയാണെങ്കിൽ അത് ശരിയാണ്. സോ ഇവിടെ ആൻസർ ഏത് മാത്രമേ വരത്തുള്ളൂ? C3 only മാത്രമേ ഇവിടെ ആൻസർ ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് പതുക്കെ ടോപ്പിക്കിലോട്ട് കിടക്കാം. ഫസ്റ്റ് നമ്മൾ വെനെവർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ഈസ് കൺസേൺഡ്, മോഡേൺ ഇന്ത്യ ഈസ് കൺസേൺഡ്, we should actually start with the 1813. Okay, 1813. ഇതൊരു കഷ്ടമാണ് ഈ സാധനം ഇങ്ങനെ വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ. പെൻസിൽ ഈസ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി. 1813 ചാർട്ടർ ആക്റ്റിലാണ് പഠിച്ചു തുടങ്ങേണ്ടത്. നിങ്ങൾ എഴുതുന്ന എല്ലാ കമൻറ്റും എനിക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. ഐ തിങ്ക് ഐ ഷുഡ് ഓപ്പൺ ദിസ് ഈസ് ഇൻ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്താലേ മനസ്സിലായി. ട്രാൻസ്ലേറ്റ് ചെയ്താൽ വരുന്നത്. റെയിനി എന്തോ ചോദിക്കുന്നത്, വാട്ട് ഈസ് ആംഗ്ലിസിസ്റ്റ് വിത്ത് ഓറിയൻ്റലിസ്റ്റ്? അത് വരുന്നുണ്ട് റെയിനി, അത് വരുന്നുണ്ട്. ആദ്യമേ കേൾക്കും, നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് തുടങ്ങാം. ചാർട്ടർ ആക്ട് 1813 ചാർട്ടർ ആക്ട്. ഓക്കെ, 1813 ചാർട്ടർ ആക്റ്റിലാണ് ഫോർ ദ വെരി ഫസ്റ്റ് ടൈം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഫോർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യയിലെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തൊരു നിയമനിർമ്മാണം എന്ന് പറയുന്നത് ഏതാണ്? 1813 ചാർട്ടർ ആക്റ്റാണ്. എന്താണ്? 1813 ചാർട്ടർ ആക്റ്റാണ്. 1813 ചാർട്ടർ ആക്റ്റിൽ എന്താണ് ഉൾപ്പെടുത്തിയത് നിങ്ങൾക്ക് അറിയാമോ? ദിസ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് ഡയറക്റ്റഡ് ടു ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ, വെയിറ്റ് ചെയ്യണേ. ഇതിൻ്റെ അകത്ത് പെൻസിലീസ് Okay guys, welcome back.
സോ 1813 ചാർട്ടർ ആക്ടിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് ഡയറക്റ്റഡ് ടു സ്പെൻഡ് rupees 1 lakh, 1 ലക്ഷം രൂപ for the purpose of betterment of education, for the purpose of betterment of education in India. Higher fact, for the betterment of education, for the betterment of education in those areas where they have control. നിങ്ങളിടുന്ന കമൻറ്റേ എന്തോ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടൊക്കെ എനിക്ക് വരുന്നത്, ഇറ്റ്സ് മേക്കിംഗ് സെൻസ് ബട്ട് ഇൻ എ റോങ് വേ. നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ചതായിരിക്കത്തില്ല ഞാൻ കാണുന്നത് കേട്ടോ. ഇൻ those areas where they have control. Those areas where they have control. So British East India Company was directed to spend 1 lakh for the purpose of betterment of education in those areas where they have control. ഇതാണ് 1813 ചാർട്ടർ ആക്ടിൽ ഇന്ത്യയിലെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് എടുത്ത എന്തെങ്കിലും ഒരു നടപടി, അല്ലെങ്കിൽ ദിസ് വാസ് ഫോർ ദ വെരി ഫസ്റ്റ് ടൈം ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡിഡ് സംതിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ബെറ്റർമെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. എന്താണ് പറഞ്ഞത്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി 1 ലക്ഷം രൂപ വകയിരുത്തിയിരിക്കുന്നു. അതാണെന്ത് 1813 ആക്ട്. പക്ഷേ ദിസ് ഈസ് വെരി സിഗ്നിഫിക്കൻറ്റ് ഫോർ യു. എന്തുകൊണ്ട്? ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏടാണിത്. കാരണം ബ്രിട്ടീഷ് ഭരണ സമയത്ത് അവർ ഏതെങ്കിലും നിലയ്ക്ക് ഒരു തുക അനുവദിച്ച ഫസ്റ്റ് ആക്ട് എന്ന് വിളിക്കാൻ പറ്റുന്ന ഏതാണ്? 1813 ചാർട്ടർ ആക്ട് ആണ്. ഇനി നമുക്ക് തുടർന്ന് പഠിക്കുന്നതിന് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് റെഗുലേറ്റിംഗ് ആക്ടിൽ ആരംഭിച്ച് നമ്മുടെ 1833 ചാർട്ടർ ആക്ടിൽ എത്തി നിൽക്കുമ്പോൾ ഗവർണർ ജനറലിന് അല്ലെങ്കിൽ ജിക്ക് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ജിൻ കൗൺസിലിന് എന്ത് സംഭവിച്ചു എന്നൊന്ന് അറിയണം. ഓക്കെ, കൺഫ്യൂഷൻ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ്. ഫോർ ദ വെരി ഫസ്റ്റ് ടൈം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അഫയേഴ്സ് നിയന്ത്രിച്ചുകൊണ്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത് 1773 റെഗുലേറ്റിംഗ് ആക്ട് എന്നുള്ളത്. 1773 റെഗുലേറ്റിംഗ് ആക്ട് എന്നുള്ളത് ശ്രദ്ധിച്ചേ, 1773 റെഗുലേറ്റിംഗ് ആക്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ 1773 റെഗുലേറ്റിംഗ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് നിയന്ത്രണങ്ങളാണ്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യയിലെ അഫയേഴ്സ് കൺട്രോൾ ചെയ്യാൻ ആരംഭിച്ചത്? കാരണം ബ്രിട്ടീഷ് പാർലമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിക്ഷേപമുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ആൾക്കാരും ഉണ്ട്. അത് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാത്ത ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അഫയേഴ്സിൽ എൻവിയസ് ആയിട്ടുള്ള, അതായത് കുശുമ്പുള്ള മനുഷ്യരുമുണ്ട്. സോ അവർ ക്രൗണിനെ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ക്രൗണിനെ ധരിപ്പിച്ച ശേഷം ഇത്തരത്തിലൊരു റെഗുലേറ്റിംഗ് ആക്ടിലോട്ട് പോകുമായിരുന്നു. അതിന് പുറമെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇത്രയധികം ഫോർച്യൂൺ ഇന്ത്യയിൽ അമാസ് ചെയ്യുന്നുണ്ട്, ഇത്രയും അധികം ഫോർച്യൂൺ സാധ്യത ഉണ്ടെങ്കിൽ പോലും അവർക്ക് വലിയൊരു ലോണും ഉണ്ടായിരുന്നു. ഓക്കെ, ഗവൺമെൻറ്റുമായിട്ട് വലിയൊരു വായ്പ അവരെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ മുൻനിർത്തി ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഡിസൈഡഡ് ടു റെഗുലേറ്റ് ദ അഫയേഴ്സ് ഓഫ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി in India for the very first time with this 1773 regulating act. ഈ 1773 regulating ആക്ടിലാണ് at that time we have 3 presidencies. ഏതൊക്കെയാണ്? നമ്മുടെ ഈസ്റ്റിൽ ബംഗാൾ പ്രസിഡൻസി ഉണ്ട്, നമ്മുടെ വെസ്റ്റിൽ ബോംബെ പ്രസിഡൻസി ഉണ്ട്, ആൻഡ് സൗത്തിൽ മദ്രാസ് പ്രസിഡൻസി ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം, ഈ പ്രസിഡൻസിക്കെല്ലാം ഓരോ ഗവർണർ ജനറൽസ് ആൻഡ് ഗവർണർ ജനറൽ ഇൻ ബംഗാൾ എന്ന് പറയുന്നൊരു പൊസിഷൻ, ഗവർണർ ജനറൽ ഇൻ ബോംബെ, ഗവർണർ ജനറൽ ഓഫ് മദ്രാസ്. അപ്പം ഫലത്തിൽ ഈ റെഗുലേറ്റിംഗ് ആക്ട് വന്നതോടുകൂടി ഗവർണർ ജനറൽ ഇൻ ബംഗാൾ സ്ലൈറ്റ്ലി ഒരു അപ്പർ ഹാൻഡ് അദ്ദേഹത്തിന് കിട്ടുകയാണ്. നോട്ട് ഫോർ ദ ഇൻറ്റേർണൽ മാറ്റേഴ്സ് ബട്ട് ഫോർ ദ എക്സ്റ്റേണൽ മാറ്റേഴ്സ് ആൻഡ് കറസ്പോണ്ടൻസ് വിത്ത് ദ പേരൻറ്റ് കൺട്രി ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ദ ആക്ട്സ് legislated for the entirety of the affairs of British East India Company. So they are actually making all those correspondences and discussion shall be made in Governor General in Council. എവിടാണ്? ഗവർണർ ജനറൽ ഇൻ കൗൺസിൽ. അപ്പോൾ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് വരുന്നത് വാരൻ ഹേസ്റ്റിങ്സ് ആണ്. ആരാണ്? വാരൻ ഹേസ്റ്റിങ്സ് ആണ് ഫസ്റ്റ് ഗവർണർ ജനറൽ ആയിട്ട് എത്തുന്നത്.
അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിൻ്റെ കൗൺസിലിൽ ഇദ്ദേഹം ഗവർണർ ജനറലും അതിന് പുറമെ 4 മെമ്പേഴ്സും അടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ 5 അംഗ സമിതിയാണ് ഗവർണർ ജനറൽ ഇൻ കൗൺസിൽ എന്ന് പറയുന്നത്. സോ ഈ 5 അംഗ സമിതിക്ക് ഒരു തീരുമാനത്തിൽ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ ഒരു നിർദ്ദേശം വരുന്നു, അല്ലെങ്കിൽ ക്രൗണിൻ്റെ ഒരു നിർദ്ദേശം വരുന്നു, അപ്പോൾ അല്ലെങ്കിൽ ബാക്കി 2 പ്രസിഡൻസിയെ ബാധിക്കുന്ന ഒരു 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 നിയമം നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ 5 പേരാണ് തീരുമാനമെടുക്കേണ്ടത്. ഈ 5-ൽ എത്ര വോട്ട് നേടിയാലാണ് ഒരു ഭൂരിപക്ഷം കിട്ടുക? എത്ര വോട്ട് നേടിയാലാണ് ഒരു ഭൂരിപക്ഷം കിട്ടുക? 5-ൽ 2 മതിയോ? പോരാ. 5-ൽ 3 ഭൂരിപക്ഷം നേടണം. എന്താണ്? 5-ൽ 3 ഭൂരിപക്ഷം നേടണം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാരൻ ഹേസ്റ്റിങ്സും ഈ 4 മെമ്പേഴ്സും തമ്മിൽ നല്ല ഉടക്കായിരുന്നു. ഈ 4 മെമ്പേഴ്സും തമ്മിൽ എന്താണ്? നല്ല ഉടക്കായിരുന്നു. കാരണമൊക്കെ വളരെ സിമ്പിളാണ്. ഈ 4 മെമ്പേഴ്സ് ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷ് പാർലമെൻറ്റ് അയച്ചപ്പോൾ, കാരണം നിങ്ങൾക്കറിയാം ഈ 1773 റെഗുലേറ്റിംഗ് ആക്റ്റോട് കൂടി എന്ത് വരുന്നുണ്ട്? ഒരു ബോർഡ് ഓഫ് കൺട്രോൾ വരുന്നുണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടി. ഈ 4 മെമ്പേഴ്സ് ആരാണ്? ഈ 4 മെമ്പേഴ്സ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. അല്ലെങ്കിൽ അവർ നിയോഗിക്കപ്പെട്ടുള്ള ആൾക്കാരാണ് ഈ 4 മെമ്പേഴ്സ്. ഗവർണർ ജനറലിനെ മാത്രമേ ആർക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കത്തുള്ളൂ? കമ്പനിക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കത്തുള്ളൂ. ബാക്കി 4 പേരും ആരാണ്? ബാക്കി 4 പേരും ഈ പാർലമെൻറ്റിൻ്റെ നിയോഗിക്കപ്പെട്ട വ്യക്തികളാണ്. അപ്പോൾ ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു ഓഫീസ് വരുന്നുണ്ട്, ബോർഡ് ഓഫ് കൺട്രോൾ. ഓക്കെ, ഈ ബോർഡ് ഓഫ് കൺട്രോളിൻ്റെ പ്രസിഡൻ്റ് ആണ് കേട്ടോ ആര്? നമ്മൾ പിന്നീട് പഠിക്കുന്ന ചാൾസ് വുഡിനെ പറ്റി പറഞ്ഞില്ലേ, നമ്മുടെ വുഡ്സ് ഡെസ്പാച്ചിൽ നമ്മുടെ ഡൽഹൌസിക്ക് കത്തയച്ച ചാൾസ് വുഡില്ലേ, വുഡ്സ് ഡെസ്പാച്ചിലെ ചാൾസ് വുഡ്, അദ്ദേഹം ബോർഡ് ഓഫ് കൺട്രോളിൻ്റെ പ്രസിഡൻ്റാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ലെറ്ററിന് അത്രയും ഒരു എന്താ പറയണ്ടേ, അത്രയും ഒരു പ്രിവിലേജും അത്രയും അത് വൈസ്രോയി ഉൾപ്പെടെ ഡൽഹൌസി ഉൾപ്പെടെ ഉള്ള ആൾക്കാർ അത് പരിഗണിച്ചതിൻ്റെ കാരണം ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അഫയേഴ്സ് നിയന്ത്രിക്കുന്ന ബോർഡ് ഓഫ് കൺട്രോളിൻ്റെ ഒരു തലവനാണ് ആര്? ചാൾസ് വുഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ബോർഡ് ഓഫ് കൺട്രോൾ നിയമിക്കപ്പെട്ടു. ഇവിടെ ഈ പറയുന്നത് പോലെ 5-ൽ 3 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ? നിയമങ്ങൾ സ്റ്റാമ്പ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ നിയമങ്ങളാവത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഇവർ തമ്മിലടി ആയതുകൊണ്ട് വാരൻ ഹേസ്റ്റിങ്സ് പേരിന് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ട് ഒരു തീരുമാനം പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം അദ്ദേഹം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനെ ആര് വീറ്റോ ചെയ്യൂടെ? ഈ 4 മെമ്പേഴ്സ് വീറ്റോ ചെയ്യും. ഒരിക്കലും അദ്ദേഹത്തിന് എന്ത് കിട്ടിയിട്ടില്ല? പല കാര്യങ്ങളിലും 5-ൽ 3 വെയിറ്റേജ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ 5-ൽ 3 ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. അതായത് അദ്ദേഹം ഒരു വോട്ട് ചെയ്യും അയാളുടെ താല്പര്യത്തിന്, ബാക്കി 2 പേരെ അയാളുടെ കൂടെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഈവൻ അതിലൊരാളുമായിട്ട് വെടിവെപ്പ് വരെ ഉണ്ടായിട്ടുണ്ട്. ആര്? വാരൻ ഹേസ്റ്റിങ്സ് ഇന്ത്യയിലെ ഗവർണർ ജനറൽമാരുടെ വൈസ്രോയിമാരുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കുപ്രസിദ്ധി ആർജിച്ച, ഏറ്റവും അഴിമതി നിറഞ്ഞ ഒരു ഗവർണർ ജനറൽ കൂടിയാണ് ആര്? വാരൻ ഹേസ്റ്റിങ്സ് എന്ന് പറയുന്നത്. അദ്ദേഹത്തെ അവിടെ ഈ പറയുന്നത് പോലെ തിരിച്ച് അയാളുടെ കരിയർ കഴിഞ്ഞ് അയാൾ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ബ്രിട്ടനിൽ മടങ്ങി എത്തുമ്പോൾ അദ്ദേഹത്തെ അവിടെ ട്രയൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതൊക്കെയാണ് വാരൻ ഹേസ്റ്റിങ്സിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ വാരൻ ഹേസ്റ്റിങ്സിൻ്റെ ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് തൊട്ടടുത്ത ആക്ട് വരുന്നുണ്ട്, പിറ്റ്സ് ഇന്ത്യ ആക്ട്. എന്താണ് പിറ്റ്സ് ഇന്ത്യ ആക്ടിൻ്റെ പ്രത്യേകത? ഇതാണ് പ്രശ്നം. എന്ത്? ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന് ഭൂരിപക്ഷം ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഭൂരിപക്ഷം ഇല്ലാത്തതിൻ്റെ കാരണം എന്താണ്? ഈ 4 പേരിൽ 2 പേരെങ്കിലും വാരൻ ഹേസ്റ്റിങ്സിൻ്റെ ഒപ്പം നിന്നാൽ മാത്രമേ എന്തുണ്ടാവത്തുള്ളൂ? ഭൂരിപക്ഷം ഉണ്ടാവത്തുള്ളൂ. അതുണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് പിറ്റ്സ് ഇന്ത്യ ആക്ട് ചെയ്തു കൊടുത്ത സൗകര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ഗവർണർ ജനറൽ ഇൻ കൗൺസിൽ എന്നുള്ളത്, ഗവർണർ ജനറൽ ഇൻ കൗൺസിലിൻ്റെ അതൊരു 5 അംഗ സമിതിയല്ലേ, അതായത് ഗവർണർ ജനറൽ +4 അല്ലേ, ഇത് വെട്ടിക്കുറച്ച് ഗവർണർ ജനറൽ +3 ആക്കി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ മെമ്പർഷിപ്പ് എത്രയായി? 5-ൽ നിന്ന് 4 ആയി. ഇനിയിപ്പോൾ ടോട്ടൽ വോട്ട് എത്ര? 4. അപ്പം ഭൂരിപക്ഷം വേണമെങ്കിൽ എത്ര വേണം? ഭൂരിപക്ഷം വേണമെങ്കിൽ 3 തന്നെ വേണം. വേണം. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കേ, ഏതാ എളുപ്പം? 5-ൽ 3 കിട്ടുന്നതാണ് എളുപ്പം. ഇപ്പം 4-ൽ 3 വേണം. എന്താണ്? 4-ൽ 3 വേണം, വിച്ച് ഈസ് റാദർ ഡിഫിക്കൽട്ട്. പക്ഷേ പിറ്റ്സ് ഇന്ത്യ ആക്ട് ഒരു പ്രൊവിഷൻ കൂടെ കൊണ്ടുവന്നു ഇൻ ടേംസ് ഓഫ് ഡ്രോ വന്നു കഴിഞ്ഞാൽ, ഡ്രോ വരണമെങ്കിൽ എത്ര ആടെ? 4-ൽ 2, അതായത് ഒരുത്തനെ കൂടെ നിർത്താൻ പറ്റിക്കഴിഞ്ഞാൽ, ഈ 3 എണ്ണത്തിൽ വാരൻ ഹേസ്റ്റിങ്സിന് ഒരുത്തനെ ഇങ്ങ് സൈഡാക്കാൻ കഴിഞ്ഞാൽ വോട്ടെടുപ്പ് എന്താവും? ഡ്രോ ആയി കഴിഞ്ഞാൽ വാരൻ ഹേസ്റ്റിങ്സിന് എന്ത് ചെയ്യാം? കാസ്റ്റിംഗ് വോട്ട് ചെയ്യാം. സോ അങ്ങനെ ഒരു സൗകര്യം ചെയ്തു കൊടുത്ത നിയമമാണെന്ത്? പിറ്റ്സ് ഇന്ത്യ ആക്ട്. ഓക്കെ, പിറ്റ്സ് ഇന്ത്യ ആക്ട്. അതിന് ശേഷം വന്ന നിയമമാണ്
പ്രധാനപ്പെട്ട ഒരു നിയമമാണ് 1830. അതിനുശേഷം ഒരുപാട് നിയമങ്ങളുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 1813 ആക്ട്, ചാർട്ടർ ആക്ട്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതിൽ എഡ്യൂക്കേഷൻ്റെ ഒരു എലമെൻ്റ് ഉണ്ട്. 1 ലക്ഷം രൂപ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി രാജ്യത്തെ, അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഗവർണൻസിലോട്ട് 3 പ്രസിഡൻസീസ് ഭരിക്കുന്നവരായതുകൊണ്ട് തന്നെ അവിടുത്തെ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി 1 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യണമെന്നൊരു നിർദ്ദേശം അതിലുണ്ടായിരുന്നു. എമംഗ് അതേഴ്സ്. ഇതിൽ നിങ്ങൾക്കറിയാം എന്താണ് വരുന്നത്. 1813 ചാർട്ടർ ആക്ട് എന്തിൻ്റെയൊക്കെ പേരിലാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഓട്ടോണോമി അവസാനിച്ചു തുടങ്ങുകയാണ് അല്ലേ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഓട്ടോണോമി, ട്രേഡിലുള്ള ഓട്ടോണോമി അവസാനിപ്പിച്ച ഒരു ആക്ട് കൂടിയാണ് 1813 ചാർട്ടർ ആക്ട്. ഏതൊക്കെ ഓട്ടോണോമിയാണ് പിന്നെ നിലനിർത്തിയത്? സർവൈവ് ചെയ്തത് ഏതൊക്കെ ഓട്ടോണോമിയാണ്? ട്രേഡ് വിത്ത് ചൈന ആൻഡ് അതുപോലെ തന്നെ ട്രേഡ് ഇൻ ടീ. അപ്പം 2 ഒഴിച്ച് ബാക്കിയെല്ലാം നീക്കം ചെയ്ത ആക്റ്റാണെന്ത്? 1813 ചാർട്ടർ ആക്ട് എന്നുള്ളത്. അപ്പം സർവൈവിങ് ഓട്ടോണോമി എത്രണ്ണമാക്കി കുറച്ചു? കമ്പനിയുടെ സർവൈവിങ് ഓട്ടോണോമി 2ആയിട്ട് നിജപ്പെടുത്തി. ഏതിലൊക്കെയാണ്? ട്രേഡ് ഇൻ ചൈനയും അതുപോലെ തന്നെ ട്രേഡ് വിത്ത് ചൈനയും ട്രേഡ് ഇൻ ടീയും. തേയില അല്ലെങ്കിൽ തേയില സംബന്ധിയായിട്ടുള്ള കച്ചവടത്തിലും ചൈനയായിട്ടുള്ള വ്യാപാരങ്ങളിലുള്ള ഓട്ടോണോമി നിലനിർത്തിക്കൊണ്ട് ബാക്കി എല്ലാ ട്രേഡ് ഓട്ടോണോമിയും എടുത്തു കളഞ്ഞ ഒരു നിയമമാണ് 1813 ചാർട്ടർ ആക്ട്. അതിനെ നിങ്ങൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിൽ ഓർത്തിരിക്കേണ്ടത് ഈ ഒരു സർവൈവിങ് ഓട്ടോണോമി അല്ലെങ്കിൽ ട്രേഡ് മോണോപ്പൊളി എടുത്തു കളഞ്ഞൊരു നിയമം എന്നുള്ള രീതിയിൽ മാത്രമല്ല, എഡ്യൂക്കേഷൻ, ഇന്ത്യയിലെ പിൽക്കാലത്തെ എഡ്യൂക്കേഷൻ്റെയൊക്കെ ഒരു മീൻസ് നമ്മൾ അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് പഠിക്കുമ്പം നമ്മൾ എവിടെ പഠിച്ചു തുടങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1813 ചാർട്ടർ ആക്ടിൽ പഠിച്ചു തുടങ്ങണം. കാരണം 1 ലക്ഷം രൂപ വലിയ എമൗണ്ടൊന്നുമല്ല, 1 ലക്ഷം രൂപ വകയിരുത്താനുള്ള ഒരു നിർദ്ദേശം ഏതിലുണ്ടായിരുന്നു? 1813 ചാർട്ടർ ആക്ടിലുണ്ടായിരുന്നു. ഏതിലുണ്ടായിരുന്നു? 1813 ചാർട്ടർ ആക്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ. അപ്പോൾ 1813 ചാർട്ടർ ആക്ട് കഴിഞ്ഞിട്ട് പിന്നെ വന്ന നിയമമാണ്, സുപ്രധാന നിയമമാണ്. ചാർട്ടർ ആക്ടുകൾ ഓരോ 20 വർഷത്തെ ഗ്യാപ്പിലാണ് വരുന്നത്. അപ്പോൾ 1813 20 വർഷം കൂട്ടി എത്ര വരും? 1833 ചാർട്ടർ ആക്ട്. 1833 ചാർട്ടർ ആക്ട് പാസ്സാവുന്ന സമയത്ത് നമ്മുടെ ഗവർണർ ജനറൽ വില്യം ബെൻഡിക്കാണ്. ആരാണ്? വില്യം ബെൻഡിക്കാണ്. നമ്മുടെ സതി നിർത്തലാക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആ ഒരു സുപ്രധാനമായ തീരുമാനമെടുത്ത ജനകീയനായ ഒരു ഗവർണർ ജനറൽ നമുക്ക് ആരെ വിളിക്കാം? വില്യം ബെൻഡിക്കിനെ വിളിക്കാം. അപ്പം ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ള പൊസിഷൻ അബോളിഷ് ചെയ്യുന്നു. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ള പൊസിഷൻ അബോളിഷ് ചെയ്തിട്ട് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ള പൊസിഷനായിട്ട് അതിനെ റീക്രിസ്റ്റൻ ചെയ്യുന്നു വിത്ത് മോർ അധികാരങ്ങൾ. മോർ പവേഴ്സ് ആർ ആക്ച്വലി allocated to this Governor General of Bengal, and he is no more Governor General of Bengal. He would now onwards be termed as Governor General of India. എന്താണ്? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞേ, ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആരാ? ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ വില്യം ബെൻഡിക്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ലാസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആൻഡ് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരാ? എഗെയിൻ വില്യം ബെൻഡിക്കാണ്. അപ്പോൾ ഈ 2 ക്രെഡിറ്റ്സും അദ്ദേഹത്തിനുണ്ട്. ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ വില്യം ബെൻഡിക്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയും വില്യം ബെൻഡിക്കാണ്. അപ്പോൾ ഇത് 2 പഠിച്ചു വെച്ചോണം കേട്ടോ. ഹിസ്റ്ററിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിച്ചു വെച്ചോ. ഇത് 2 ഏത് നിയമം കാരണമാണ് അദ്ദേഹത്തിന് ഈ ഒരു ആട്രിബ്യൂട്ട്സ് കൈവന്നത്? 1833 ചാർട്ടർ ആക്ട് കാരണമാണ്. ഏത് കാരണമാണ്? 1833 ചാർട്ടർ ആക്ട് കാരണമാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ പറഞ്ഞേ ഗവർണർ ജനറൽ ഇൻ കൗൺസിലിന് ഇപ്പോൾ എത്ര മെമ്പേഴ്സ് ഉണ്ട്? ഗവർണർ ജനറൽ ഇൻ കൗൺസിലിൽ ഇപ്പോൾ ഇൻ കൗൺസിലിൽ ഇപ്പോൾ 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം തുടക്കത്തിൽ 5 മെമ്പർ ബോഡി ആയിരുന്നു അല്ലേ? 5 മെമ്പർ ബോഡി ആയിരുന്നു. പിറ്റ്സ് ഇന്ത്യ ആക്ട് വന്നപ്പോൾ അത് എത്രയായിട്ട് കുറഞ്ഞു? അത് 4ആയിട്ട് ചുരുക്കി കൊടുത്തു. സൗകര്യമാണ്. അതായത് ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന് ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുത്തതാണ് പിറ്റ്സ്. 4ആക്കി കുറച്ചു കൊടുത്തു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിരുന്നു പിറ്റ്സ് എന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? 4ആയിട്ട് കുറച്ചു കൊടുത്തു. ഇനി 1833 ചാർട്ടർ ആക്ട് വരുമ്പോൾ ഇത് വീണ്ടും 5ആയിട്ട് ഉയരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഗവർണർ ജനറൽ ഇൻ കൗൺസിൽ എന്നുള്ളത് ഇനീഷ്യലി റെഗുലേറ്റിംഗ് ആക്ടിൽ 5-അംഗ സമിതിയായിരുന്നു. പിറ്റ്സ് ഇന്ത്യ ആക്ട് വന്നപ്പോൾ ആ ഭൂരിപക്ഷത്തിൻ്റെ ആ മെജോറിറ്റി കിട്ടുന്നില്ല എന്നുള്ള ക്രൈസിസ് മറികടക്കുന്നതിന് വേണ്ടി അത് 4-അംഗ സമിതിയായിട്ട് കുറച്ചു. വീണ്ടും 1833 ചാർട്ടർ ആക്ട് വരുമ്പോൾ അത് എത്രയായിട്ട് ഉയർത്തിയടേ? വീണ്ടും 5ആയിട്ട് ഉയർത്തി. അപ്പം ഇനിയുള്ള പുതിയ കൗൺസിലിൻ്റെ പേര് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഇൻ കൗൺസിൽ, GG ഓഫ് ഇന്ത്യ ഇൻ കൗൺസിലാണ്. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഒരു മെമ്പർ ആരായിരിക്കും?
GG ഓഫ് ഇന്ത്യ ആയിരിക്കും, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിരിക്കും, പ്ലസ് 3 റെഗുലർ മെമ്പേഴ്സ് പ്ലസ് 1 ലോ മെമ്പർ. ഇങ്ങനെയാണ് 1, 3, 4, 1, 5 ആയത്. ഓക്കെ, നേരത്തെ GG + 4 ആയിരുന്നു, അത് GG + 3 ആയി. ഇപ്പോൾ എന്തായി? GG ഓഫ് ഇന്ത്യ + 3 + 1 ലോ മെമ്പർ. അങ്ങനെ ഇന്ത്യയുടെ ആദ്യത്തെ ലോ മെമ്പറാണ് വിത്ത് ദിസ് ചാർട്ടർ ആക്ട് ഓഫ് 1833 ഗവർണർ ജനറൽ ഇൻ കൗൺസിലിലെ ആദ്യത്തെ ലോ മെമ്പറായിട്ടാണ് ആര് വരുന്നത്? ലോർഡ് മക്കോളെ പ്രഭു വരുന്നത്. ഇതാണ് മക്കോളയുടെ സിഗ്നിഫിക്കൻസ്. ആദ്യത്തെ ഫസ്റ്റ് ലോ മെമ്പറാണ് ആര്? ഫസ്റ്റ് ലോ മെമ്പർ ഓഫ് ദ ഗവർണർ ജനറൽ ഇൻ കൗൺസിലാണ് ആര്? ലോർഡ് മക്കോളെ. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ മിനിറ്റ്സ് ആണ്. ഇദ്ദേഹം ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഇദ്ദേഹം നിശിതമായിട്ട് വിമർശിച്ചിരുന്നു. ഇപ്പം നമ്മൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇവിടുത്തെ വിദ്യാഭ്യാസത്തെ ഉൾപ്പെടെ റെഗുലേറ്റ് ചെയ്യുന്ന സമയത്ത് വിദ്യാഭ്യാസത്തെ ഉൾപ്പെടെ പരിഷ്കരിക്കേണ്ട സാഹചര്യം അടുത്തിരിക്കുകയാണ്. നമ്മുടെ ഒരു തുക പോലും, നമ്മുടെ ഹാർഡ് ഏൺഡ് ആയിട്ടുള്ള നമ്മൾ ബിസിനസ് ചെയ്യുന്ന നമ്മുടെ പൗരന്മാരുടെ നികുതി പണത്തിൽ നിന്ന് 1 രൂപ പോലും ഈ പാലൊഴുകുന്ന പുഴയുണ്ടെന്നും എന്താ പറയണ്ടേ, പായസം ഒഴുകുന്ന സമുദ്രമുണ്ടെന്നും ഇത്തരം മിസ്റ്റിക്കായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിൽ നമ്മൾ ചിലവഴിക്കില്ല. അതായത് ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് എഡ്യൂക്കേഷനെ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് പറഞ്ഞ ഒരു ആംഗ്ലിസിസ്റ്റാണ് ആര്? ഇദ്ദേഹം ഒരു ആംഗ്ലിസിസ്റ്റ് ആയിരുന്നു. ഇദ്ദേഹത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നവരെയാണ് നമ്മൾ ഓറിയൻ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആംഗ്ലിസിസ്റ്റുകൾ വേഴ്സസ് ഓറിയൻ്റലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡിബേറ്റാണ് അവിടെ നടന്നത്. ഇന്ത്യൻ എഡ്യൂക്കേഷൻ്റെ വേ ഫോർവേഡ് എന്താണ് എന്നുള്ളതിൽ ഈ മീറ്റിങ്ങുകളിലും ഡെലിബറേഷനിലും പ്രധാനമായിട്ടും ആംഗ്ലിസിസ്റ്റ് വേഴ്സസ് ഓറിയൻ്റലിസ്റ്റിൻ്റെ ഡിബേറ്റായിട്ടാണത് മാറുന്നത്. ഓക്കെ, അപ്പം ഇദ്ദേഹത്തിൻ്റെ ഐഡിയ ഈസ് ദാറ്റ് നമ്മുടെ വില്യം ബെൻഡിക്കിൻ്റെ മക്കോളെ പ്രഭുവിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇനി ഒരു കാര്യം പറയട്ടെ, ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് പോകാം. ഇപ്പോൾ 1833 ചാർട്ടർ ആക്ട് വരെ എത്ര സർവൈവിങ് മോണോപോളി ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക്? 2 സർവൈവിങ് മോണോപോളി ഉണ്ടായിരുന്നു ട്രേഡിൽ. ഏതൊക്കെയാണ്? ട്രേഡ് വിത്ത് ചൈനയും ട്രേഡ് ഇൻ ടീയും. ആ 2 സർവൈവിങ് മോണോപോളിയും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? പൂട്ടിക്കൊടുത്തിട്ടുണ്ട്. മീൻസ് ആ 2 സർവൈവിങ് മോണോപോളിയും കൂടെ 1833 ചാർട്ടർ ആക്ട് ആയപ്പോൾ എന്താക്കി? എടുത്തു മാറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ഇന്ത്യ ഈസ് നോ മോർ എ ട്രേഡിംഗ് കമ്പനി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ഇന്ത്യ ഈസ് നോ മോർ എ ട്രേഡിംഗ് കമ്പനി. വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി തൊട്ട് കൃത്യമായിട്ട് പറയണം. 1813 ചാർട്ടർ ആക്ടിൽ സർവൈവിങ് ആയിട്ടുള്ള 2 ട്രേഡ് മോണോപോളി കൂടി 1833 ചാർട്ടർ ആക്ട് ആകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? എടുത്ത് മാറ്റപ്പെടുന്നുണ്ട്. 1833 ചാർട്ടർ ആക്ട് ആകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? എടുത്ത് മാറ്റപ്പെടുന്നുണ്ട്. ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ക്ലാസ് ആസ്വദിച്ചാണോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഓൾ ഗുഡ്? ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ഇവിടെ ആരോ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാപിറ്റൽ ഫോണ്ടിൽ, അതായത് വലിയ ഫോണ്ടിൽ കമൻറ്റ് ചെയ്യുക. അല്ലാത്ത പക്ഷേ എനിക്ക് തോന്നുന്നു അത് ചിലപ്പോൾ ഇവിടെ വരുമ്പം ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ ആയിരിക്കും വരുന്നത്. എനിക്കത് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ഞാൻ സിസ്റ്റം കണക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചേ. ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? വെരി ഗുഡ്. ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ഇന്ത്യൻ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഈ ആംഗ്ലിസിസ്റ്റുകളും അതുപോലെ തന്നെ ഓറിയൻ്റലിസ്റ്റുകളും തമ്മിലുള്ള ഡിബേറ്റ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ആംഗ്ലിസിസ്റ്റുകളുടെ വക്താവായിരുന്ന ലോർഡ് മക്കോളെ മുന്നോട്ട് വെച്ചത് ഇവിടുത്തെ പുരാണങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ വേദങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് വേണ്ടി നയാ പൈസ മുടക്കത്തില്ല എന്നുള്ള അഭിപ്രായമാണ് ആർക്കുണ്ടായിരുന്നത്? ലോ മെമ്പർ കൂടിയായ ലോർഡ് മക്കോളയ്ക്ക് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വമൊന്നും നിലവിൽ ഏറ്റെടുക്കേണ്ട? ഇന്ത്യൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെൻറ് ഏറ്റെടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏറ്റെടുക്കേണ്ട കാര്യമില്ല. മറിച്ച് എന്ത് ചെയ്യാം? നമുക്കൊരു ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി ഇവിടെ അപ്ലൈ ചെയ്യാം. എന്താണ്? ഒരു ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറിയിലോട്ട് പോവാം. ഓക്കെ, അപ്പം മാത്രമല്ല ആംഗ്ലിസിസ്റ്റുകൾ മുന്നോട്ട് വെച്ചത് വി ഷുഡ് ഗീവ് ദ എഡ്യൂക്കേഷൻ ഇൻ ഇംഗ്ലീഷ് മോഡൽ, വെസ്റ്റേൺ മോഡൽ എഡ്യൂക്കേഷൻ. വെസ്റ്റേൺ മോഡൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറച്ച് വേൾഡ് ഹിസ്റ്ററിയും കൂടെ അറിഞ്ഞിരിക്കണം. അത് റിനൈസൻസിന് ശേഷം ഉണ്ടായ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നവോത്ഥാനം, നമ്മുടെ കേരളത്തിലെ നവോത്ഥാനമല്ല, ലോകത്ത് യൂറോപ്പിലുണ്ടായ നവോത്ഥാനം, അത് ആധുനിക ശാസ്ത്രത്തിൽ ഊന്നിക്കൊണ്ടുള്ള നവോത്ഥാനമാണ്. കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളെന്ന് പറയുമ്പോൾ ഈ കേരളത്തിലെ ജാതി വ്യവസ്ഥയ്ക്കെതിരെയാണ് പ്രധാനമായിട്ടും പോരാടിയിട്ടുള്ളത്. അതല്ലാതെയുള്ള മറ്റ് കാര്യമായിട്ടുള്ള ഈവൻ തമിഴ്നാട്ടിലെ നവോത്ഥാനമായിട്ട് കേരള നവോത്ഥാനം കമ്പയർ ചെയ്യുമ്പം പോലും
ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. വി വെയർ ആക്ച്വലി കൺഫൈൻഡ് ടു എ വെരി ബട്ട് ഇറ്റ് വാസ് സച്ച് എ ഹ്യൂജ് പ്രോബ്ലം ഇൻ കേരള. ഇവിടുത്തെ ജാതി വ്യവസ്ഥ വലിയൊരു വിഷയം തന്നെയായിരുന്നു. ജാതി വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് ലോകത്ത് ഒരു ജനതയും പ്രാക്ടീസ് ചെയ്യാത്ത വിവേചനങ്ങളാണ് മലയാളികൾ തങ്ങളുടെ മലയാളി സഹോദരങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടുള്ളത്. ലോകത്തെവിടെയും ഇല്ലാത്ത പോലെ അമ്പലങ്ങളിൽ കയറ്റില്ല എന്ന് മാത്രമല്ല, അമ്പലങ്ങളിലെ റോഡിലേക്ക് പോലും വഴി നടക്കാൻ പോലും അവകാശമില്ലാത്ത, സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുന്ന തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയൊക്കെ നിലനിന്നിരുന്ന ഒരു സംസ്ഥാനത്ത് നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സ്വഭാവം ഈ പറയുന്നത് പോലെ എന്താണ് മതനിഷ്കാസനമല്ല, ജാതി നിഷ്കാസനമായി പോയതിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, യൂറോപ്പിലെ നവോത്ഥാനത്തിൻ്റെ സ്വഭാവം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അവിടുത്തെ പള്ളിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റൻ്റ് ഗ്രൂപ്പുകളും അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലൂന്നിക്കൊണ്ടുള്ള സയൻറ്റിഫിക് ടെമ്പർ, ശാസ്ത്ര അവബോധത്തിലൂന്നിക്കൊണ്ടുള്ള ഒരു 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 റിനൈസൻസ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ദേ ഡെവലപ്ഡ് എ ഹ്യൂജ് എന്താ പറയണ്ടേ സ്കൂൾ ഓഫ് ഐഡിയാസ് ഇൻ ടു ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾസ്. ഐ മീൻ ഒരുപാട് ശാസ്ത്രശാഖകൾ വികസിച്ചിട്ടുണ്ട്, ലിറ്ററേച്ചർ വികസിച്ചിട്ടുണ്ട്. സോ ഇതെല്ലാം വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് പ്രൈമറി, സെക്കൻഡറി, ഹയർ എഡ്യൂക്കേഷനായിട്ട്, വൊക്കേഷണലായിട്ട്, ഒക്കുപേഷനിൽ ഊന്നിക്കൊണ്ട് ജോലി, ഒരു കൊമേഴ്ഷ്യൽ ജോബ് കണ്ടെത്തുന്നതിൽ ഊന്നിക്കൊണ്ടൊക്കെയുള്ള പല തരത്തിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഡിവിഷൻസ് അവിടെ ഉണ്ട്. സോ അതേ മാതൃകയിൽ ഓക്കെ. അപ്പോൾ ഒരു പുരാണങ്ങൾ അല്ലെങ്കിൽ മിത്തുകൾ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇവിടുത്തെ വേദങ്ങൾ, ഉപനിഷത്തുകൾ, ഇതിലൂന്നിക്കൊണ്ടുള്ള ഒരു ഒരു പ്രിമിറ്റ് അല്ലെങ്കിൽ എന്താ പറയണ്ട ഒരു കൺവെൻഷണൽ വേ ഓഫ് എഡ്യൂക്കേഷൻ ആയിരിക്കില്ല ആംഗ്ലിസിസ്റ്റുകൾ വിഭാവനം ചെയ്യുന്ന എഡ്യൂക്കേഷൻ മാതൃക. അവരുദ്ദേശിച്ച് സ്ട്രിക്ട്ലി ഇംഗ്ലീഷ് മോഡൽ ഇൻ ഇംഗ്ലീഷ് മീഡിയം. അപ്പോൾ എന്താണ്, ഇത്ര എഴുതിയാൽ മതി, ഇംഗ്ലീഷ് മോഡൽ ഇൻ ഇംഗ്ലീഷ് മീഡിയം. ഇംഗ്ലീഷ് മോഡൽ ഇൻ ഇംഗ്ലീഷ് മീഡിയം. ഓറിയൻ്റലിസ്റ്റുകളുടെ നിലപാട് എന്തായിരുന്നു? ഓറിയൻ്റലിസ്റ്റുകൾ ഇന്ത്യൻ മോഡൽ ഇൻ ലോക്കൽ വെർണാക്കുലർ ലാംഗ്വേജ് അല്ലെങ്കിൽ ഇന്ത്യൻ മോഡൽ ഇൻ സാൻസ്ക്രിറ്റ്. ഇതായിരുന്നു ഓറിയൻ്റലിസ്റ്റുകളുടെ വാദം. ഇന്ത്യൻ മോഡൽ ഇൻ സാൻസ്ക്രിറ്റ്, ക്ലാസിക് ലാംഗ്വേജ് ലൈക്ക് സാൻസ്ക്രിറ്റ്. സംസ്കൃതത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ലോക്കൽ ഭാഷയിലോ ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കാൻ വില്യം ബെൻഡിക്ക് പ്രഭുവിൻ്റെ ഭരണകൂടം തയ്യാറാവണമെന്ന് വാദിച്ചവരാണ് ഓറിയൻ്റലിസ്റ്റുകൾ. ഫൈനലി ആര് വിജയിച്ചു? ആംഗ്ലിസിസ്റ്റുകളുടെ പക്ഷം വിജയിച്ചു. പക്ഷേ ആംഗ്ലിസിസ്റ്റുകൾ ഇംഗ്ലീഷ് മോഡൽ ഇൻ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ പ്രൈമറി ലെവലിലല്ല കൊടുക്കാൻ ആഗ്രഹിച്ചത്. ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ. എഴുതിക്കോ. ദേ ഡിസൈഡഡ് ടു ഗിവ് ദിസ് എഡ്യൂക്കേഷൻ അറ്റ് ഹയർ എഡ്യൂക്കേഷൻ ലെവൽ. പ്രൈമറി ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷനെ അവർ ടച്ച് ചെയ്തതേ ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി എഡ്യൂക്കേഷനും സെക്കൻഡറി എഡ്യൂക്കേഷനും ഒക്കെ സംഹൗ കടന്നു വരുന്ന കുറച്ചും കൂടെ പ്രായപൂർത്തിയായ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹയർ എഡ്യൂക്കേഷൻ കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റയർ ഇന്ത്യൻസിനെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പ്രൊവിൻസിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യക്കാരെ വിദ്യാഭ്യാസം ചെയ്യിക്കാമെന്നൊന്നും ആരും ഉദ്ദേശിക്കുന്നില്ല, മക്കളെ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് എന്താണ്, ഹയർ എഡ്യൂക്കേഷൻ ഇംഗ്ലീഷ് മോഡൽ ഇംഗ്ലീഷ് മാധ്യമത്തിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ നൽകും. ഹയർ എഡ്യൂക്കേഷൻ ഇംഗ്ലീഷ് മോഡൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ നൽകും. ഇനി എന്താണ്? So Anglicists won the debate and they decided that they will be giving education in English medium and Western English model. Okay. But they are not going to give education for all. No education for all. No education for all. Hi Hannah, welcome back. No education for all. എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ടോ ഇവിടെ? എല്ലാവർക്കും വിദ്യാഭ്യാസം ഇല്ല. ആർക്കേ ഉള്ളൂ? ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇൻ ദാറ്റ് സെൻസ് ദേ ആർ ആക്ച്വലി ഫോളോയിങ് വാട്ട്? ദേ ആർ ആക്ച്വലി ഫോളോയിങ് എ ട്രിക്കിൾ ഡൗൺ തിയറി, അല്ലെങ്കിൽ എന്താണ് ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി, അല്ലെങ്കിൽ എന്താണ് ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി, ട്രിക്കിൾ ഡൗൺ തിയറി അല്ലെങ്കിൽ ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി. ഓക്കെ. ഇവിടെ ഞാനിപ്പം ഫീ അടയ്ക്കാനുള്ള ലിങ്ക് ഇപ്പോൾ ചാറ്റിലിടാം, അല്ലെങ്കിൽ നിങ്ങൾ താല്പര്യമുള്ള ആൾക്കാർ മറന്നു പോകണ്ട. ഇപ്പോൾ തന്നെ ഞാൻ ലിങ്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. വെയിറ്റ് എ മിനിറ്റ്. നിങ്ങൾക്ക് ആ ലിങ്ക് വഴി ഫീ അടയ്ക്കാം. ഓക്കെ. ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അകത്ത് എമൗണ്ട് വരും. ആ എമൗണ്ട് നിങ്ങൾ പേ ചെയ്താൽ മതി. ഇത് ഈ കേസിൽ സ്കോർ ബൂസ്റ്റർ കോഴ്സിൽ കുറച്ചധികം ക്ലാസ്സുകൾ ഞാൻ പബ്ലിക്കാക്കി ഇട്ടിട്ടുണ്ട്. ഇതിൽ ബിസൈഡ്സ് ദിസ് ക്ലാസ് നിങ്ങളൊന്നും തോന്നരുത്, ഒരു ക്ലാസ് പോലും ഞാൻ പബ്ലിക് ആക്കൂല. ഓക്കെ. ഇത് മാത്രമാണ്, ദിസ് ഈസ് ദ സോൾ ക്ലാസ് വിച്ച് യു ഹാവ് വിൽ ബി അവൈലബിൾ, എന്താ പറയണ്ടേ, വിച്ച് വിൽ ബി അവൈലബിൾ ഫോർ യു. കാരണം എനിക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ട് ഈ സ്പെഷ്യൽ
ക്ലാസ് ബാച്ച് ഫോർ ദ മെയിൻസ് പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത് മെയിൻസ് എഴുതുന്നവർക്ക് അവർ ആദ്യത്തെ 50 റാങ്കിൽ എത്തിക്കാനുള്ളത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൽ ഫസ്റ്റ് 50 റാങ്കിൽ എത്തിക്കാനുള്ളത് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ടുണ്ടെന്നുള്ളത് എൻ്റെ കോൺഫിഡൻസ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ഫോർ ദ പെയ്ഡ് ബാച്ച് ഓൺലി. ഓക്കെ, പ്ലീസ്. വളരെ വലിയ ഫീ ഒന്നുമല്ല നമ്മൾ ഈടാക്കുന്നത്, വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഫീ മാത്രമേ നമ്മളിതിൽ എടുക്കുന്നുള്ളൂ കേട്ടോ. 500 രൂപയാണ് ഫീ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പേയ്മെൻറ്റ് ലിങ്ക് ഇട്ട് തരാം കേട്ടോ, ഒരു സെക്കൻഡ്. സോ യു ക്യാൻ മേക്ക് ദ പേയ്മെൻറ്റ് വയ ദിസ് ലിങ്ക്. ഈ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തോളൂ. പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആ പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് അയച്ചു കൊടുത്താൽ മതി. ഞാൻ പറയുന്ന ടെലിഗ്രാം ID-യിലോട്ടൊന്ന് അയച്ചു കൊടുത്താൽ മതിയേ. പേയ്മെൻറ്റ് ലിങ്ക് ആയിട്ടിട്ടുണ്ട്. നിങ്ങൾ @scorebooster admin 1 എന്നുള്ള ടെലിഗ്രാം ID-യിലോട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത സ്ക്രീൻഷോട്ട് ഒന്ന് അയച്ചു കൊടുക്കുക. അത് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ടെലിഗ്രാം ID ആണ്. എന്നിട്ട് പറയുക യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് സ്പെഷ്യൽ ബാച്ചിലോട്ട് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. സോ ഐ തിങ്ക് നോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് സ്റ്റാർട്ടഡ്, അല്ലേ? ആരും തുടങ്ങിയിട്ടില്ല. സോ ദിസ് ഈസ് ഫോർ ദ ഫസ്റ്റ് ടൈം എ ബാച്ച് എക്സ്ക്ലൂസീവ് ആൻഡ് എക്സ്ക്ലൂസീവ് ബാച്ച് ഈസ് ആക്ച്വലി ഓപ്പൺ ഫോർ ദ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് ബാച്ച്. മേക്ക് മോസ്റ്റ് ഓഫ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തണം. കാരണം ഇത് ഹിസ്റ്ററിയാണ്, ഗവേണൻസ് ആണ്. ഈ പറയുന്നത് പോലെ ഒരുപാട് ലോജിക്കോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് വേണ്ട. ഒരു നല്ല പ്രസൻറ്റേഷനിൽ നിങ്ങൾക്ക് കണ്ടൻറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, മാക്സിമം ടെസ്റ്റ് നിങ്ങൾക്ക് എടുക്കാനുള്ള സൗകര്യം ഒരുക്കി തരികയാണെന്നുണ്ടെങ്കിൽ, ഒരു മെൻറ്ററുടെ സഹായത്തോടു കൂടി ഇവിടെ പരമാവധി മാർക്ക് 85% ഒക്കെ ഞാൻ മിനിമം പറഞ്ഞാൽ നിങ്ങൾക്ക് ഈവൻ യു ക്യാൻ സ്കോർ 100% മാർക്സ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിലുണ്ട്. ബാക്കി നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്ന പരീക്ഷകളും അല്ലെങ്കിൽ ഇതുമായിട്ട് ഈ മേഖലകളിൽ നിന്ന് UPSC-യിൽ ചോദിച്ചതും ടെസ്റ്റ് സീരീസുകൾക്ക് UPSC കിട്ടിയിട്ടുള്ളതായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിക്കാം. ഓക്കെ, ഡിഗ്രി പ്രിലിംസിൻ്റെ ക്ലാസ് ഉണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞത്, പ്രിലിംസ് അറ്റ്ലീസ്റ്റ് 2 സ്റ്റേജ് കഴിയുന്നത് വരെയും ആഴ്ചയിൽ മിനിമം 2 ക്ലാസ്സസേ ഞാൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് എടുത്ത് പോകുന്നുള്ളൂ. പക്ഷേ ഇപ്പം തന്നെ നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠനം ആരംഭിച്ചോളൂ. ഞാൻ ഇതിന് നോട്ട്സും കൂടെ ഓഫർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് നോട്ട്സും കൂടെ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. സ്പെഷ്യൽ ടോപ്പിക്ക് ഞാൻ വീണ്ടും പറയുകയാണ്, ഒരു കംപ്ലീറ്റ് പേപ്പർ 100 മാർക്സിന് കംപ്ലീറ്റ് പേപ്പർ നിങ്ങൾക്ക് വരികയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എങ്കിൽ, ആ 100 മാർക്സ് അല്ല ഞാൻ എയിം ചെയ്യുന്നത്. അതിലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന തസ്തികയായിട്ട് ബന്ധപ്പെട്ട് എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ, എഡ്യൂക്കേഷൻ വിഷയമായിട്ട് ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ റിഫോംസ്, പ്രീ ഇൻഡിപെൻഡൻസ്, പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് റിഫോംസ്, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, അത് എത്ര മാർക്കുണ്ടോ അതിൻ്റെ കോഴ്സാണിത്. സിലബസ് ഇല്ലാത്തതുകൊണ്ടാണ് അതിലൊരു വ്യക്തത നൽകാത്തത്. ഇപ്പം നിലവിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പഴയ സിലബസ് പ്രകാരമുള്ള 20 മാർക്സ് ആണ്. ഇനി 20 മാർക്സ് മാറി 60 മാർക്കാണെങ്കിലും അത് നമ്മൾ ഫോക്കസ് ചെയ്യും. ഇപ്പം ടോട്ടൽ 8 മോഡ്യൂൾ ഉണ്ടെന്ന് വിചാരിക്കുക 100 മാർക്കിൻ്റെ പുതിയ സിലബസിൽ. അതിൽ 6 മോഡ്യൂളും എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണെങ്കിൽ ആ 6 മോഡ്യൂളും ഞാൻ ഫോക്കസ് ചെയ്യുമെന്ന് ചുരുക്കം. ഓക്കെ, അതിൻ്റെ കോഴ്സ് ഫീ ആണ് ഞാനിപ്പോൾ ചാർജ് ചെയ്യുന്ന 500 രൂപ. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ ലിങ്കിൽ ഫീ ഇട്ട് തുടങ്ങാം. ഓക്കെ, ഫീ ഇട്ടിട്ട് നിങ്ങൾ ആ സ്കോർ ബൂസ്റ്റർ admin 1 എന്ന് പറയുന്ന ആൾക്ക് അയച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? മക്കോളേസ് മിനിറ്റ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കോളേസ് മിനിറ്റ്സിൽ എന്താണ് ഫോക്കസ് ചെയ്തത്? ഹയർ എഡ്യൂക്കേഷനാണ് ഫോക്കസ് ചെയ്തത്. മാത്രമല്ല എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശമില്ല. ആ നിലയ്ക്ക് മക്കോളേസ് മിനിറ്റ്സ് എന്ത് തിയറിയാണ് കൈക്കൊണ്ടത്? ഈ പറയുന്നത് പോലെ ട്രിക്കിൾ ഡൗൺ തിയറി അല്ലെങ്കിൽ ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറിയാണ് മക്കോളേസ് മിനിറ്റ്സ് കൈക്കൊണ്ട നയം എന്ന് പറയുന്നത്. മാത്രമല്ല എന്താണ് ആംഗ്ലിസിസ്റ്റുകളുടെ നയമായിട്ടുള്ള ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇംഗ്ലീഷ് മാധ്യമങ്ങളിലൂടെ കൊടുക്കുക അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിലൂടെ കൊടുക്കുക എന്നുള്ള നയമാണ് ഇവിടെ കൈക്കൊണ്ടത്, സ്വീകരിച്ചത്. ഓക്കെ, അപ്പോൾ ചുരുക്കത്തിൽ സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല മക്കോളെ മിനിറ്റ്സിൽ എത്തി നിൽക്കുമ്പോൾ സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണോ എഡ്യൂക്കേഷൻ? അല്ല. ആലോചിച്ചോണം, സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ടില്ല. ഓക്കെ, മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹയർ എഡ്യൂക്കേഷനിലാണ് തുടങ്ങുന്നത്. പിൽക്കാലത്തെ നടപടികളും റിഫോംസും ആക്റ്റും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം പറയാൻ പറ്റും, റിവേഴ്സ് ഓർഡറിലാണ് പോകുന്നത്. ഇപ്പം നമ്മൾ ടെർഷറി അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷനിലാണ്. ഇനി വുഡ്സ് ഡെസ്പാച്ച് വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? വുഡ്സ് ഡെസ്പാച്ച് വരുമ്പോഴാണ് നമ്മൾ സെക്കൻഡറി എഡ്യൂക്കേഷനിലോട്ട് പോകുന്നത്. ആൻഡ് ഫൈനലി ഹുന്തർ കമ്മീഷനിൽ എത്തുമ്പോഴാണ് നമ്മൾ എന്തിലെത്തുന്നത്? പ്രൈമറി എഡ്യൂക്കേഷനിലോട്ടും പോകുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് റിവേഴ്സ് ഓർഡർ എന്ന് പറഞ്ഞത്. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചേ. അപ്പോൾ എന്തുകൊണ്ട് ട്രിക്കിൾ ഡൗൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഐഡിയ ഈസ് ദാറ്റ് സ്റ്റേറ്റ് വിൽ infuse money to teach അല്ലെങ്കിൽ spend money to teach
എ സർട്ടൺ സെക്ഷൻ ഓഫ് ഇന്ത്യൻസ്, ഒരു ഇന്ത്യയിലെ ഒരു 1% ഓഫ് ഇന്ത്യൻസിനെ ട്രെയിൻ ചെയ്യും. എന്തിൽ? ഹയർ എഡ്യൂക്കേഷനിൽ ട്രെയിൻ ചെയ്യും, വിത്ത് എക്സ്പെക്ടേഷൻ ഓർ അസംഷൻ ദാറ്റ് ദീസ് ഫ്യൂ ഇന്ത്യൻസ് വിൽ ടീച്ച് ഓർ വിൽ ഇമ്പാർട്ട് വാട്ട് ദേ ലേൺ ടു ദ അതർ ഇന്ത്യൻസ്. ബാക്കി ഇന്ത്യക്കാർക്ക് ഈ ഹയർ എഡ്യൂക്കേഷൻ കിട്ടിയ ഇന്ത്യക്കാർ എന്ത് ഇമ്പാർട്ട് ചെയ്യും? എഡ്യൂക്കേഷൻ ഇമ്പാക്ട് ചെയ്യും. അപ്പോൾ ക്രമേണ വർഷങ്ങൾ കൊണ്ട് ഈ കൊടുത്ത വിദ്യാഭ്യാസത്തിൻ്റെ മെച്ചം താഴെ തട്ടിലേക്ക് വരും. ഈ ഹയർ എഡ്യൂക്കേഷൻ കിട്ടിയ ഇന്ത്യക്കാർ, 1% ഓഫ് ഇന്ത്യക്കാർ, ദേ വിൽ എസ്റ്റാബ്ലിഷ് സ്കൂൾസ്, ദേ വിൽ എസ്റ്റാബ്ലിഷ് ദ അതർ ഫെസിലിറ്റീസ്, ഓർ ദേ വിൽ കോൺട്രിബ്യൂട്ട് ടുവാർഡ്സ് എഡ്യൂക്കേഷൻ എന്നൊക്കെ ആര് എക്സ്പെക്ട് ചെയ്തു? മക്കളെ എക്സ്പെക്ട് ചെയ്തു. അത് നടന്നില്ല. അങ്ങനെ ഉണ്ടായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദീസ് ഇന്ത്യൻസ് ഹൂ റിസീവ്ഡ് എഡ്യൂക്കേഷൻ അണ്ടർ മക്കോളെ മിനിറ്റ്സ് അല്ലെ വില്യം ബെൻഡിക്കിൻ്റെ സമയത്ത് എഡ്യൂക്കേഷൻ കിട്ടിയവർ, ദേ ബിക്കെയിം മോർ ഇംഗ്ലീഷ് ദാൻ ദ ഒറിജിനൽ ഇംഗ്ലീഷ്. ഒറിജിനൽ ഇംഗ്ലീഷുകാരെക്കാളും വലിയ സായിപ്പന്മാരായിട്ട് അവർ മാറി. അവരാരെയും കൂസ് ചെയ്തുമില്ല. ഈ മക്കളെ പ്രതീക്ഷിച്ച പോലെ ഇന്ത്യക്കാർക്കൊന്നും ഒരു വിദ്യാഭ്യാസം കൊടുക്കാൻ ശ്രമിച്ചതോ തിരിഞ്ഞതോ ഒന്നുമില്ല. അവർ എന്താ പറയണ്ട, ഈ പറയുന്ന പോലെ എന്താണ് പറയാറുണ്ടല്ലോ, ദൈവഭക്തി, ദൈവത്തെക്കാളും വലിയ ദൈവഭക്തി എന്ന് പറയുന്ന പോലെ, ദൈവത്തിനോടില്ലാത്ത ദൈവഭക്തി എന്ന് പറയുന്ന പോലെ ഇവർ ഇംഗ്ലീഷുകാരെക്കാളും വലിയ ഇംഗ്ലീഷുകാരായിട്ട് വിരാജിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ട്രിക്കിൾ ഡൗൺ അപ്രോച്ച് ഒരു ഫെയിലിയർ ആയിരുന്നു ആസ് ഫാർ ആസ് മക്കോളേസ് മിനിറ്റ്സ് ആർ കൺസേൺഡ്, ഇൻ ദ സെൻസ് ദാറ്റ് ദീസ് പീപ്പിൾ ബിക്കെയിം മോർ ഇംഗ്ലീഷ് ദാൻ ദ ഇംഗ്ലീഷ് ആക്ച്വലി, ഇംഗ്ലീഷ് ദംസെൽവ്സ്. ഓക്കെ, സോ ഇതാണ് സംഭവിച്ചത്. ഇനി 1837 അടുത്തൊരു പ്രധാനപ്പെട്ട സംഭവം. നമ്മുടെ ഒരു മുഗൾ ലെഗസി വെച്ചിട്ട് ഓൾ ദ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് വെയർ ആക്ച്വലി ഡ്രാഫ്റ്റഡ് ആൻഡ് സർക്കുലേറ്റഡ് ഇൻ പേർഷ്യൻ ലാംഗ്വേജ്. പേർഷ്യൻ ലാംഗ്വേജിലായിരുന്നു. ഇപ്പോൾ ഈ പേർഷ്യൻ ലാംഗ്വേജ് മാറ്റിയിട്ട് ഇംഗ്ലീഷ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് വരുന്നത് 1837 ഇംഗ്ലീഷ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആകുമ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഊഹിക്കാം എന്ത് വേണം? ഇംഗ്ലീഷിൽ പരിജ്ഞാനമുള്ള, ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയാവുന്ന ആൾക്കാരെ ആവശ്യമായിട്ട് വരും. എന്താണ്? ഇംഗ്ലീഷ് വിദ്യാഭ്യാസമുള്ള ആൾക്കാരെ ഉണ്ടാവും റിഫൈ. അതാ പറഞ്ഞത്. ഇപ്പോൾ 100 മാർക്സിന് വരികയാണ്, അല്ലെങ്കിൽ പോട്ടെ, ഇപ്പോൾ മെയിൻസിൻ്റെ എക്കണോമിക്സ് ഈസ് ഡിഫറെൻറ്റ്, റൈറ്റ്? നമ്മളിപ്പോൾ പഠിക്കുന്നത് മാക്രോ എക്കണോമിക്സ് ആണ്. ഇവിടെ ഇന്ന് 10 മണിക്ക് ഞാൻ വേറൊരു ബാച്ച് ഇട്ടിട്ടുണ്ട്, വേറെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പാർട്ട് 2, RBI പാർട്ട് 2. എല്ലാവരും അറ്റൻഡ് ചെയ്യണം കേട്ടോ. ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ അറ്റൻഡ് ചെയ്യണം. ടോപ്പിക്സ് തീർന്ന് പോട്ടെ. അപ്പോൾ എക്കണോമിക്സിൽ മെയിൻസിൽ കുറച്ചധികം ടോപ്പിക്സ് വരും. ലൈക്ക് എന്താണ്? ഗ്രീൻ റവല്യൂഷൻ വരുന്നുണ്ട്, ന്യൂ എക്കണോമിക് പോളിസീസ് വരുന്നുണ്ട്, GST വരുന്നുണ്ട്. സോ ഇങ്ങനെയൊക്കെയുള്ള ടോപ്പിക്കുകളിൽ നിന്നാണ് മെയിൻസിന് 5 മാർക്ക് വരുന്നത്. മെയിൻസിലെ ഈ പറയുന്ന പോലെ പോളിറ്റി ആൻഡ് ഗവേണൻസും കുറച്ച് ഡിഫറൻ്റ് ആണ്. അപ്പോൾ മെയിൻ സ്പെസിഫിക് ആയിട്ടുള്ള മെയിൻസിൻ്റെ ടോപ്പിക്കിനും 2-3 സബ്ജക്റ്റുകൾ ചേർത്ത് ഞാനൊരു ബാച്ച് റൺ ചെയ്യുന്നതായിരിക്കും. അത് സിലബസ് വരാനായിട്ട് കാത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ പ്രിലിംസ് എക്സാം കഴിഞ്ഞിട്ടായിരിക്കും അത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഫോക്കസ് ചെയ്യുന്നത് സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ഒരു ബാച്ച് യു ക്യാൻ അസ്യൂം ദാറ്റ് എ ബാച്ച് ഹാസ് സ്റ്റാർട്ടഡ് പെർട്ടൈനിങ് ടു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്. അടുത്തത് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഓൾറെഡി കുറച്ച് കുട്ടികൾ ജോയിൻ ചെയ്ത് അസിസ്റ്റൻറ്റ് ഡയറക്ടർ നാഷണൽ സേവിങ്സ് ആണ്. അതിന് പുറമെ ജയിലറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. ജയിലർ എക്സാം എഴുതാൻ താല്പര്യമുള്ള ആൾക്കാർ പ്ലീസ് കോൺടാക്ട് മീ. ജയിലർ എക്സാം എഴുതാൻ താല്പര്യമുള്ള ആൾക്കാർ, ജയിലറിൻ്റെ എക്സാം എഴുതുന്നവർക്ക് അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് എടുക്കുന്നുണ്ട്. ജയിലർ എന്നെ ഒന്ന് DM ചെയ്താൽ മതി. ഹാരിസ് 1489. ശരി. അപ്പോൾ പേർഷ്യൻ ഗോട്ട് റീപ്ലേസ്ഡ് വിത്ത് ഇംഗ്ലീഷ്. 1837 പേർഷ്യൻ ഭാഷയെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്തു? ഇംഗ്ലീഷ് കൊണ്ട് റീപ്ലേസ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഇതുവരെ നടന്ന കാര്യങ്ങളൊന്ന് സമപ്പ് ചെയ്തേ. 1813 ചാർട്ടർ ആക്ടിൽ എന്താ സംഭവിച്ചത്? 1 ലക്ഷം രൂപ അവാർഡ് ചെയ്തു ഫോർ ബെറ്റർമെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ. പിന്നെന്താണ്? 1813 ചാർട്ടർ ആക്ടിൽ 1813 ചാർട്ടർ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട്, ചാർട്ടർ ആക്ടിൽ ഒരു ലോ മെമ്പർ വന്നു. ആ ലോ മെമ്പറുമായിട്ട് വന്ന മക്കോളെ 1835 മക്കോളെ പ്രഭു 1835 മക്കോളെ മിനിറ്റ്സ് പുറത്തിറക്കി. മക്കോളെ മിനിറ്റ്സ് പ്രകാരം ഹയർ എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി, ഇംഗ്ലീഷ് മീഡിയം, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, ഓക്കെ, ഒരു ആംഗ്ലിസിസ്റ്റ് വിക്ടറി ആയിട്ട് അതിനെ കണക്കാക്കാം. അതിനുശേഷം എന്താണ്? 1837 എന്ത് സംഭവിച്ചു? പേർഷ്യൻ ലാംഗ്വേജിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒഫീഷ്യൽ ലാംഗ്വേജായിട്ട് എന്ത് വന്നു? ഒഫീഷ്യൽ ലാംഗ്വേജായിട്ട് ഇംഗ്ലീഷ് മാറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഒരു അനിവാര്യതയായിട്ട് ഇന്ത്യയിൽ മാറുകയാണ്. ആസ് ലോങ് ആസ് ബ്രിട്ടീഷേഴ്സ് ഇന്ത്യ ഭരിക്കുന്നിടത്തോളം കാലഘട്ടം ഔദ്യോഗിക ഭാഷയായിട്ട് ഇംഗ്ലീഷ് മാറിയ സ്ഥിതിക്ക് ഇനി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ഇംഗ്ലീഷിലെ നോ ഹൗ എന്നുള്ളത് എന്തായി? ഒരു ക്വിൻ്റ് എസെൻഷ്യൽ ആയിട്ടുള്ളൊരു റിക്വയർമെൻ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെ
ഫൈനലി നമ്മൾ മാഗ്ന കാർട്ട ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻ മോഡേൺ ഇന്ത്യ എന്നറിയപ്പെടുന്ന വൂഡ്സ് ഡെസ്പാച്ചിലോട്ട് പോവുകയാണ്. വൂഡ്സ് ഡെസ്പാച്ച് വർഷം 1854 വർഷം 1854. ഓക്കെ, എന്താണ് വൂഡ്സ് ഡെസ്പാച്ച്? ഇതിനെയാണ് മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് മാഗ്ന കാർട്ട ഓഫ് എഡ്യൂക്കേഷൻ ഇൻ മോഡേൺ ഇന്ത്യ. മാഗ്ന കാർട്ട ഓഫ് എഡ്യൂക്കേഷൻ ഇൻ മോഡേൺ ഇന്ത്യ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? This is for the very first time education was made the state responsibility. എഡ്യൂക്കേഷനെ ഒരു സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമായിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമായിട്ട് എഡ്യൂക്കേഷൻ മാറുന്നത് ഏതോടുകൂടിയാണ്? ഈ വുഡ്സ് ഡെസ്പാച്ചോടുകൂടിയാണ്. എഡ്യൂക്കേഷൻ വാസ് മെയ്ഡ് ദ സ്റ്റേറ്റ്സ് റെസ്പോൺസിബിലിറ്റി. എന്തായിട്ട് മാറി? ഈ പറയുന്ന രാജ്യത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എന്ത് മാറി? അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എന്ത് മാറി? എഡ്യൂക്കേഷൻ മാറി. ഞാനിത് പറഞ്ഞു. ആരാണ് വൂഡ്സ്? വൂഡ്സ് നിങ്ങൾ മനസ്സിലാക്കണം, ചാൾസ് വൂഡ്സ് ആണ്. ചാൾസ് വൂഡ്സ് ആരാണ്? ബ്രിട്ടനിൽ ഇരുന്ന് ഇവിടുത്തെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അഫയേഴ്സ് നിയന്ത്രിക്കുന്ന ഒരു സമിതിയുണ്ട്, അതാണ് ബോർഡ് ഓഫ് കൺട്രോൾ. ആ ബോർഡ് ഓഫ് കൺട്രോളിൻ്റെ ദെൻ പ്രസിഡൻ്റ് ആണ് ആര്? ഈ പറയുന്ന ചാൾസ് വൂഡ്സ് എന്ന് പറയുന്ന ആൾ, ചാൾസ് വൂഡ്സ് എന്നറിയപ്പെടുന്ന മനുഷ്യൻ. ഓക്കെ, ഇദ്ദേഹം ആർക്ക് എഴുതിയ കത്താണ്? ലോർഡ് ഡൽഹൌസിക്ക് എഴുതിയ കത്താണ്. ഡൽഹൌസി പ്രഭുവിന് എഴുതിയ കത്താണെന്ത്? ഈ വൂഡ്സ് ഡെസ്പാച്ചിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. വൂഡ്സ് ഡെസ്പാച്ചിൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൽഹൌസി പ്രഭുവിന് എഴുതിയ കത്താണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് നിങ്ങൾ ഓർക്കണം. ഇതാണ് മാഗ്ന കാർട്ട ഓഫ് എഡ്യൂക്കേഷൻ ഇൻ മോഡേൺ ഇന്ത്യ. ആധുനിക ഇന്ത്യയിലെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് വൂഡ്സ് ഡെസ്പാച്ച് ആണ്. ഇതിലാണ് ഫ്രം വുഡ്സ് ഡെസ്പാച്ച് ഓൺവേർഡ്സ് ആണ് ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ എന്തായി മാറുന്നത്? ഒരു സ്റ്റേറ്റ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് 1 by 1 ആയിട്ട് ഞാൻ ഇവിടെ എഴുതാം. നിങ്ങൾ എൻ്റെ ഒപ്പം എഴുതി പോയിക്കോ. ഫസ്റ്റ് പോയിന്റ്, എഡ്യൂക്കേഷൻ ഷുഡ് ബി ഫോർ ഓൾ. എഡ്യൂക്കേഷൻ ഷുഡ് ബി ഫോർ ഓൾ. എഡ്യൂക്കേഷൻ ഷുഡ് ബി ഫോർ ഓൾ. എല്ലാവർക്കും വിദ്യാഭ്യാസം. എന്തല്ല? അപ്പോൾ ഇവിടെ ഇവർ ഫോളോ ചെയ്യുന്നത് ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി അല്ലെ ട്രിക്കിൾ ഡൗൺ തിയറി അല്ല. ഓക്കെ, and it shall be the responsibility of the state, and it shall be the responsibility of the state. And it shall be the responsibility of the state. So ഇതാണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നിങ്ങൾ ഓർക്കേണ്ടത്. ഓക്കെ, ഇനി ഫോക്കസ്, രണ്ടാമത്തെ പോയിന്റ്. ഫോക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡറി എഡ്യൂക്കേഷനാണ്. ഫോക്കസ് എന്തിനാണ്? സെക്കൻഡറി എഡ്യൂക്കേഷനാണ് ഇവിടെ ഫോക്കസ് കൊടുക്കുന്നത്. ഈ സെക്കൻഡറി എഡ്യൂക്കേഷന് എങ്ങനെയാണ് ഫോക്കസ് കൊടുക്കുന്നത്? സെക്കൻഡറി എഡ്യൂക്കേഷനിൽ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കൊടുക്കണം, പക്ഷേ വെർണാക്കുലർ ലാംഗ്വേജ് കൊടുക്കണം. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ മലയാളത്തിൽ കൊടുക്കണം. ബ്രിട്ടീഷ് ഭരണ പ്രദേശമായിട്ടുള്ള മലബാറിൽ വൂഡ്സ് ഡെസ്പാച്ചിൻ്റെ ഭാഗമായിട്ട് ഇമാജിൻ. ഓക്കെ, അന്ന് മലബാർ വന്നിട്ടുണ്ടോ? ആയിട്ടുണ്ടല്ലേ. അപ്പം വൂഡ്സ് ഡെസ്പാച്ചിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ വിദ്യാലയങ്ങളിൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ നൽകുമ്പോൾ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മോഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്തിൽ നൽകണം? വെർണാക്കുലർ ലാംഗ്വേജിൽ നൽകണം. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ മലയാളത്തിൽ നൽകണം. ഓക്കെ, തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴിൽ നൽകണം. സോ അതാണ് അതിൻ്റെ പോയിന്റ്. ഇവിടുത്തെ പരമ്പരാഗത വിദ്യാഭ്യാസം അല്ല വെർണാക്കുലർ ലാംഗ്വേജിൽ കൊടുക്കേണ്ടത്, ആധുനിക വിദ്യാഭ്യാസം വെർണാക്കുലർ ലാംഗ്വേജിൽ കൊടുക്കണം. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഇതാണ്. ഇമ്പോർട്ടൻറ്റ് ടു ഓപ്പൺ ടെക്നിക്കൽ കോളേജ്, സാങ്കേതിക വിദ്യാലയങ്ങൾ അല്ലെങ്കിൽ സാങ്കേതിക കോളേജുകൾ, ടെക്നിക്കൽ കോളേജസ് ഓപ്പൺ ചെയ്യണം. കാരണം നിങ്ങൾക്കറിയാം, ഡൽഹൌസിയുടെ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പം റെയിൽവേ, ടെലിഗ്രാഫ് പോലെയൊക്കെയുള്ള സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിലേക്ക് കടന്നു വന്ന സമയമാണ്. സോ അത് ഓൺ ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും ഒക്കെ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകളെ എംബ്രേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സയൻറ്റിഫിക് ബെൻഡ് ഓഫ് ഒരു വൊക്കേഷണൽ ട്രെയിനിങ് ഒക്കെ കിട്ടിയ ആൾക്കാരെ വേണം. സോ ടെക്നിക്കൽ കോളേജസിൻ്റെ സാഹചര്യം ഒരുക്കണം. എന്താണ്? ഓപ്പൺ, അതായത് ഹയർ എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ
ഇന്ത്യയിൽ ടെക്നിക്കൽ കോളേജസ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നൊരു നിർദ്ദേശം കൂടി ഏതിൻ്റെ ഭാഗമായിട്ടുണ്ട്? എഞ്ചിനീയറിംഗ് കോളേജുകൾ അല്ലെങ്കിൽ റിസർച്ച്, ടെക്നിക്കൽ റിസർച്ച് പോസിബിളായിട്ടുള്ള സംവിധാനങ്ങൾ, കലാലയങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുള്ള നിർദ്ദേശം ഏതിൻ്റെ ഭാഗമായിരുന്നു? വുഡ്സ് ഡെസ്പാച്ചിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെ 2 ടെക്നിക്കൽ കോളേജുകൾ 1854 തറക്കല്ലിടുകയുണ്ടായി. ഏതൊക്കെയാണ്? 2 എണ്ണം. ഏതൊക്കെയാണ്? 1854. ഓക്കെ. അതിനു മുമ്പ് ഇന്ത്യയിൽ ആദ്യത്തെ മെഡിക്കൽ കോളേജ് നിലവിൽ വന്നത് ഏത് വർഷമാണ്? ഇന്ത്യയിൽ ആദ്യത്തെ മെഡിക്കൽ കോളേജ് നിലവിൽ വന്നത് കൽക്കട്ടയിലാണ്, 1835. നോട്ട് ചെയ്ത് വെച്ചോ, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻ ഇന്ത്യ എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻ ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കൽക്കത്ത. കൽക്കട്ട. ഏതാ വർഷം? 1835. അതുപോലെ 2 സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലവിൽ വരാൻ പോവുകയാണ്. എന്തിൻ്റെ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിൽ? ഏതിൻ്റെ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിൽ? വുഡ്സ് ഡെസ്പാച്ചിൻ്റെ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിൽ. വുഡ്സ് ഡെസ്പാച്ചിൻ്റെ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിൽ 2 സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കോളേജുകൾ നിലവിൽ വരികയാണ്. ആ 2ൻ്റെ തറക്കല്ലിടുന്നത് 1854. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്കറിയാം വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ സമയത്ത് IIT ആയിട്ട് എലിവേറ്റ് ചെയ്ത റൂർക്കിയാണ് ഫസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇൻ ഇന്ത്യ. റൂർക്കിയാണ് ഫസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇൻ ഇന്ത്യ. ഇത് വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ സമയത്ത് എന്തായിട്ട് ഇതിനെ എലിവേറ്റ് ചെയ്തു? IIT ആയിട്ട്. റൂർക്കി IIT ആണെന്ന്. പക്ഷേ ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ്. ഇത് വുഡ്സ് ഡെസ്പാച്ച് റെക്കമെൻഡേഷൻ പ്രകാരം 1854 ഇത് നിലവിൽ വരുന്നത്. രണ്ടാമത്തതാണ് പൂസ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചറൽ സയൻസ് ആൻഡ് ടെക്നോളജി. ഇത് ബീഹാറിലാണ് അനുവദിച്ചത് 1854. ഇന്ന് പൂസ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് ഡൽഹിയിലാണ്. ഓക്കെ. കാരണം ഒരു ഭൂചലനം വന്ന് ബിൽഡിങ്സിന് കേടുപാടുണ്ടായപ്പോൾ, ഇൻഫ്രാസ്ട്രക്ചറിന് കേടുപാടുണ്ടായപ്പോൾ ദിസ് വാസ് ആക്ച്വലി ഷിഫ്റ്റഡ് ഫ്രം ബീഹാർ ടു ഡൽഹി. സോ ഇതിൻ്റെ 2ൻ്റെയും പ്രത്യേകത എന്താണ്? റൂർക്കിയും പൂസയും ഇന്ത്യൻ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ആദ്യത്തെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഇത് രണ്ടും വുഡ്സ് ഡെസ്പാച്ച് റെക്കമെൻഡേഷൻ അനുസരിച്ച് വന്നതാണ്. ഓക്കെ. 4ാമത്തെ പോയിൻ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇന്നലെ പഠിച്ച, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് പഠിച്ച യൂണിവേഴ്സിറ്റീസ് ആക്ടിന് യൂണിവേഴ്സിറ്റീസ് ആക്ട് 1904 ആധാരമായിട്ടുള്ള പോയിൻ്റാണ് അടുത്തത്. ഓക്കെ. പോയിൻ്റ് നമ്പർ 4 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഇൻ ദിസ് വുഡ്സ് ഡെസ്പാച്ചിലാണ് ഫോർ ദ വെരി ഫസ്റ്റ് ടൈം യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്ന ഒരു ആശയം പങ്കുവെക്കപ്പെടുന്നത്. ഇന്ത്യയിൽ സർവകലാശാലകൾ വേണം, ഇന്ത്യയിൽ സർവകലാശാലകൾ നിലവിൽ വരണം എന്നുള്ളൊരു ആശയം റെക്കമെൻഡ് ചെയ്യുന്നത് ആരാണ്? വുഡ്സ് ഡെസ്പാച്ചാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 3 പ്രസിഡൻസിയിൽ 3 സർവകലാശാലകൾ നിലവിൽ വന്നു. ഏതൊക്കെയാണ്? 1857 ഇത് 3 വരുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് ബോംബെയിലൊരു സർവകലാശാല, മദ്രാസ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കൽക്കട്ടയിൽ. ഈ 3 പ്രസിഡൻസിയിലും ഓരോ യൂണിവേഴ്സിറ്റീസ് വീതം നിലവിൽ വരുന്നു. ഓക്കെ. ഇനി അതുപോലെ തന്നെ 5ാമത്തെ പോയിന്റ് ഞാൻ പറയാം. 5ാമത്തെ പോയിന്റ്, കാരണം യൂണിവേഴ്സിറ്റീസ് യൂണിവേഴ്സിറ്റീസിൻ്റെ എണ്ണം എക്സ്പാൻഡ് ചെയ്യുന്നത് ഹുന്തർ കമ്മീഷൻ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഫസ്റ്റ് ടൈം ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് ഏതാണ്? വുഡ്സ് ഡെസ്പാച്ചാണ്. വുഡ്സ് ഡെസ്പാച്ചാണ് പറയേണ്ടത്. ഓക്കെ. വുഡ്സ് ഡെസ്പാച്ചാണ് പറയേണ്ടത്. ഓക്കെ. 5ാമത്തെ പോയിൻ്റാണ് ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം. അപ്പോൾ കുട്ടികളെ മാത്രം പഠിപ്പിച്ച് വിട്ടാൽ പോരാ, കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണമെന്നുള്ളത് ആദ്യമേ ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൻ്റെ സജഷൻസ് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് അടങ്ങിയിട്ടുള്ള ആദ്യത്തെ ഡോക്യുമെൻറ്റും ഏത് തന്നെയാണ്? വുഡ്സ് ഡെസ്പാച്ചാണ്. ഇപ്പോൾ നമുക്കറിയാം ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് ആണത് ടീച്ചേഴ്സ് ട്രെയിനിങ് എന്നുള്ളത്, അല്ലേ? അപ്പോൾ ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നയരേഖയും ഏത് തന്നെയാണ്? വുഡ്സ് ഡെസ്പാച്ചാണ്. അപ്പോൾ 5 പോയിന്റുകളൊന്ന് നിങ്ങൾ ഓർത്ത് പറഞ്ഞേ. 5 പോയിന്റുകളൊന്ന് ഓർത്ത് പറഞ്ഞേ വുഡ്സ് ഡെസ്പാച്ചുമായിട്ട് ബന്ധപ്പെട്ട്. അൺലൈക്ക് മക്കോളേസ് മിനിറ്റ്സ്, ഇത് ഡൗൺവേർഡ് ഫിൽട്രേഷൻ ആയിരുന്നില്ല.
റാദർ എല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ടുള്ളൊരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് വൂഡ്സ് ഡെസ്പാച്ചിൽ. ആരെയും അവിടെ ഒഴിച്ചു നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് ഡൗൺവേർഡ് ഫിൽട്രേഷനോ അല്ലെങ്കിൽ ട്രിക്കിൾ ഡൗൺ തിയറിയോ അല്ല ഇവിടെ അപ്ലൈ ചെയ്തത്, എല്ലാവർക്കുമാണ്. മാത്രമല്ല സ്റ്റേറ്റ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് എഡ്യൂക്കേഷൻ ഏറ്റെടുക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഇതിൽ വന്നു. സെക്കൻഡറി എഡ്യൂക്കേഷന് പ്രാധാന്യം നൽകുന്നു. അതായത് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ താഴേക്ക് സ്കൂൾ തലത്തിലേക്ക്, സെക്കൻഡറി തലത്തിലേക്ക്, ഹൈസ്കൂൾ തലത്തിലേക്ക് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, അതായത് ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായം വെർണാക്കുലർ ലാംഗ്വേജിൽ, ലോക്കൽ ലാംഗ്വേജസിൽ ട്രെയിൻ ചെയ്യണം, പഠിപ്പിക്കണമെന്നുള്ളതാണ്. 2 സാങ്കേതിക കോളേജുകൾ, ടെക്നിക്കൽ കോളേജസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പ്രപ്പോസൽ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ റൂർക്കിയിലും ബീഹാറിലും റൂർക്കി എഞ്ചിനീയറിംഗ് കോളേജ് ഫസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജാണ്. അതുപോലെ തന്നെ പുസ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചർ സയൻസ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു മറ്റേ മക്കളയുടെ സമയത്താണ് ആദ്യത്തെ മെഡിക്കൽ കോളേജ് വരുന്നത്. 1835 ഫസ്റ്റ് മെഡിക്കൽ കോളേജ് കൽക്കട്ടയിൽ വരുന്നുണ്ട്. ഇനി റൂർക്കി IIT ആയിട്ട് മാറുന്നുണ്ട്. പുസ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലൊക്കേഷൻ ബീഹാറിൽ നിന്ന് ഡൽഹി ആവുന്നുണ്ട്. പിന്നെന്താ പറഞ്ഞത്, യൂണിവേഴ്സിറ്റീസ് എന്നൊരു ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതും ഈ വൂഡ്സ് ഡെസ്പാച്ചിൻ്റെ ഭാഗമായിട്ടാണ്. യൂണിവേഴ്സിറ്റീസ് എന്നൊരു ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതും വൂഡ്സ് ഡെസ്പാച്ചിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെന്താണ്, ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം. ഫോർ ദ വെരി ഫസ്റ്റ് ടൈം ഇന്ത്യയിൽ ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിനെ പറ്റി പരാമർശമുള്ള ഡോക്യുമെൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൺ അതർ ദാൻ ദീസ് വൂഡ്സ് ഡെസ്പാച്ച്. ആൻഡ് നെക്സ്റ്റ് ഈസ് ഹൂന്തർ കമ്മീഷൻ 1882. ഹൂന്തർ കമ്മീഷൻ, ഹണ്ടർ കമ്മീഷൻ അല്ലെങ്കിൽ ഹൂന്തർ കമ്മീഷൻ. ഹൂന്തർ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസ് പറയാം. ഇത് പ്രൈമറി എഡ്യൂക്കേഷനാണ് പ്രധാനമായിട്ടും ഫോക്കസ് നൽകിയത്. അപ്പോൾ നമ്മൾ ആദ്യമേ ഹയർ എഡ്യൂക്കേഷൻ കണ്ടു, പിന്നെ സെക്കൻഡറി എഡ്യൂക്കേഷൻ കണ്ടു. നൗ ദാറ്റ് ഹൂന്തർ കമ്മീഷൻ ഈസ് ഗിവിങ് ഇമ്പോർട്ടൻസ് ടു, പ്രാധാന്യം കൊടുക്കുന്ന ഏതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈമറി എഡ്യൂക്കേഷനാണ്. ഫസ്റ്റ് പോയിന്റ് അത് തന്നെയാണ്. പ്രൈമറി എഡ്യൂക്കേഷൻ ഷുഡ് ബി ഗിവൺ ഇമ്പോർട്ടൻസ്. പ്രൈമറി എഡ്യൂക്കേഷൻ ഷുഡ് ബി ഗിവൺ ഇമ്പോർട്ടൻസ്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക എന്നുള്ളതാണ്. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഗവൺമെൻറ്റിന് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ബ്രിട്ടീഷ് മേഖലകളിലും പ്രിൻസ്ലി സ്റ്റേറ്റുകളിലും അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യാനുള്ള, ഡയറക്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കില്ല. അപ്പോൾ പ്രിൻസസിനും അതുപോലെ തന്നെ വെൽത്തി ആയിട്ടുള്ള പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനും ദേ ക്യാൻ റൺ സ്കൂൾസ്, പ്രൈവറ്റ് സ്കൂൾസുകൾ ആരംഭിക്കാം. അങ്ങനെ പ്രൈവറ്റ് സ്കൂളുകൾ ആരംഭിക്കുമ്പം ദേ വിൽ ബി ഗിവൺ ഗ്രാൻഡ് ഇൻ എയ്ഡ്. അത്തരം സ്കൂളുകൾ തുടങ്ങുന്ന പക്ഷം അവയ്ക്ക് എന്ത് നൽകും? ഗ്രാൻഡ് ഇൻ എയ്ഡ് നൽകും. 95% വരെയൊക്കെ ഗ്രാൻഡ് ഇൻ എയ്ഡ് കൊടുക്കുന്ന വ്യവസ്ഥകൾ ഏതിലുണ്ട്? ഈ ഹൂന്തർ കമ്മീഷൻ റെക്കമെൻഡേഷനിലുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഈ മറ്റ് ചിലവുകളെല്ലാം ഈ പറയുന്നത് പോലെ എല്ലാം ഏറ്റെടുക്കുന്നില്ല. മറിച്ച് എന്താണ്, പ്രൈവറ്റ് പാർട്ടീസിന് സ്കൂൾസ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ വരുമ്പം ആ സ്കൂൾ നടത്തിപ്പിൻ്റെ അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ മുന്നോട്ട് സുഗമമായിട്ട് കൊണ്ടുപോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അത് അധ്യാപകരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഗ്രാൻഡ് ഇൻ എയ്ഡ് വഴി ഫിനാൻസ് ചെയ്യാൻ, ഫണ്ട് ചെയ്യാൻ ഗവൺമെൻറ് ഒരുക്കമാണ് എന്ന് പറയുന്ന റെക്കമെൻഡേഷനാണെന്ത്? ഹൂന്തർ കമ്മീഷൻ, ഹണ്ടർ കമ്മീഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തത്, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകണം. കാരണം ഇന്ത്യയിൽ റിനൈസൻസ് ആരംഭിച്ചു. അതുപോലെ ജ്യോതിറാവ് ഫൂലെ, സാവിത്രി ഫൂലെ, ഇങ്ങനെ എന്താണ് നമ്മുടെ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ഇതുപോലുള്ളൊക്കെയുള്ള ആളുകളുടെ നിർദ്ദേശങ്ങളും കൂടെ സ്വീകരിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു? വിമൻസ് എഡ്യൂക്കേഷനുള്ള പ്രൊവിഷൻസ് ഉണ്ടായിരുന്നു. വിമൻസ് എഡ്യൂക്കേഷനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ഇനി 3 യൂണിവേഴ്സിറ്റികളിൽ നിന്നും യൂണിവേഴ്സിറ്റികളുടെ എണ്ണം കൂട്ടണം എന്നുള്ള നിർദ്ദേശം വന്നു. മോർ യൂണിവേഴ്സിറ്റീസ്, കൂടുതൽ യൂണിവേഴ്സിറ്റീസ് വേണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി എന്തിൻ്റെ ഭാഗമായിട്ട് വരികയാണ്? ഈ ഹുന്തർ കമ്മീഷൻ്റെ ഭാഗമായിട്ട് വരികയാണ്. സോ ഇതൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് നിങ്ങൾക്ക് പിടികിട്ടുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻസ് ചെയ്യും, അന്നേരം നിങ്ങൾക്ക് റീകൊളക്ട് ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ ഇതിനൊക്കെ റിവൈസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് സെഷനിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യയിലെ ഏറ്റവും മേജർ കമ്മീഷൻസ് അല്ലെങ്കിൽ കമ്മിറ്റീസ് അപ്പോയിൻറ്റഡ് ഫോർ എഡ്യൂക്കേഷണൽ റിഫോംസ് ഇൻ ഇന്ത്യ, മോഡേൺ ഇന്ത്യ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ പഠിച്ചു തുടങ്ങുന്നത്. ഫസ്റ്റ് ഈ ഭാഗത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യും. ഓക്കെ, അതെന്നാണ് ക്ലാസ് എന്നുള്ളത് ഞാൻ അനൗൺസ് ചെയ്യാം. അപ്പോൾ പെയ്ഡ് ബാച്ചിലായിരിക്കും ക്ലാസ് പോകുന്നത്. സോ ദിസ് ഈസ് ദ ഓൺലി ഓപ്പൺ സെഷൻ അവൈലബിൾ ഫോർ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് മെയിൻസ് എക്സാം. ഓക്കെ, അങ്ങനെ നാലാമത്തെ പോയിൻ്റാണ് കൂടുതൽ യൂണിവേഴ്സിറ്റീസ്. ഓക്കെ സന, ഫൈൻ. നമ്മൾ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യങ്ങളല്ലേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പ്രിൻസിലി സ്റ്റേറ്റ്സിൻ്റെ എഫേർട്സ് നമ്മൾ എടുക്കുന്നില്ലല്ലോ. ഓക്കെ, നമുക്കത് വേറൊരു കോണ്ടെക്സ്റ്റിൽ പറയാം. അപ്പോൾ ശ്രദ്ധിച്ചേ, അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാർ ഇനിഷ്യേറ്റീവ്സ് എടുത്തിട്ടില്ലേ. അപ്പോൾ അത് ഇന്ത്യൻ റിനൈസൻസ് ആൻഡ് റിഫോംസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ സിലബസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് എടുക്കാം. ഇല്ലെങ്കിൽ
വെൻ ആൻഡ് വേർ ഇറ്റ് ഈസ് റിക്വയർഡ് അത് റെഫറൻസ് ആയിട്ട് വരുന്നിടത്ത് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ അത് പഠിക്കേണ്ടതായിട്ട് വരും. ഈ ഇന്ത്യയിലെ റിഫോം മൂവ്മെൻറ്റ്സ് പഠിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഫസ്റ്റ് ഗേൾസ് സ്കൂൾ ഏതാണ്, ഓക്കെ, അതിൻ്റെ ഇനിഷ്യേറ്റീവ് എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് പേഴ്സണാലിറ്റീസ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ നോക്കാം. അപ്പം കൂടുതൽ യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചു. 1884 പഞ്ചാബ് യൂണിവേഴ്സിറ്റി എവിടെയാണ്? പഞ്ചാബ് യൂണിവേഴ്സിറ്റി ലാഹോറിലാണ്, പാകിസ്ഥാനിലെ ലാഹോറിലാണ്. 1887 അലഹബാദ് യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ ഹുന്തർ കമ്മീഷൻ ഇത്രയും ജനറസ് ആയിട്ട് യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള നയം അല്ലെങ്കിൽ പോളിസി ഫ്രെയിം ചെയ്തത് കാരണം 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം എന്ന് പറയുന്നത്, 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം, അതായത് 1915 തൊട്ട് 22 വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഗോൾഡൻ എറ ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് എന്ന് അറിയപ്പെടുന്നത്. ഗോൾഡൻ എറ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്. ഇന്ത്യയിൽ ധാരാളം യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആണെങ്കിലും ശരി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആണെങ്കിലും ശരി, പാട്ന യൂണിവേഴ്സിറ്റി ആണെങ്കിലും ശരി, ഡൽഹി യൂണിവേഴ്സിറ്റി ആണെങ്കിലും ശരി, ഈ പറയുന്നത് പോലെ ലക്നൗ യൂണിവേഴ്സിറ്റി ആണെങ്കിലും ജാമിയ മില്ലിയ ആണെങ്കിലും ഇതെല്ലാം വരുന്നത് എപ്പോഴാണ്? ഈ 15 തൊട്ട് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ 1915 തൊട്ട് 22 വരെയുള്ള കാലഘട്ടത്തിലാണ്. ഇതിൻ്റെ എല്ലാം ഒരു ഇമ്പറ്റസ് കിടക്കുന്ന എവിടെയാണ്? ഹുന്തർ കമ്മീഷനിലാണ്. എന്താണ് ഇമ്പറ്റസ്? ഹുന്തർ കമ്മീഷനിലാണ്. ഇനി ഈ പുതുതായിട്ടൊരു ബോഡി അവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിക്റ്റ് ആൻഡ് മുനിസിപ്പൽ ബോർഡ് ഫോർ കൺട്രോളിങ് ദ പ്രൈമറി എഡ്യൂക്കേഷൻ. ജില്ലാ, ഇപ്പോൾ നമുക്കറിയാം ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസേഴ്സ് ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ. പൊതുവെ ജില്ലാ വിദ്യാഭ്യാസ എന്താ പറയണ്ടേ ഒരു റെഗുലേറ്ററി ബോർഡാണ് ഉള്ളത് അല്ലേ, DO എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസ്. സോ ഇതിൻ്റെ ഒരു ജെനിസിസ് കിടക്കുന്നത് ഈ ഹുന്തർ കമ്മീഷനിലാണ്. കാരണം അവർ ഡിസ്ട്രിക്ട് ആൻഡ് മുനിസിപ്പൽ ബോർഡ്സ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തു. എഡ്യൂക്കേഷൻ ബോർഡ്സ്, ഡിസ്ട്രിക്ട് ആൻഡ് മുനിസിപ്പൽ എഡ്യൂക്കേഷൻ ബോർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തു. 5ാമത്തെ പോയിൻ്റായിട്ട് ഇത് ഓർത്താൽ മതി. ഡിസ്ട്രിക്ട് ആൻഡ് മുനിസിപ്പൽ ബോർഡ്സ് എന്തിനു വേണ്ടിയാണ്? കൺട്രോൾ ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ ആണെന്ന് കേട്ടോ. കൺട്രോൾ ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ജില്ലാ തലം അല്ലെങ്കിൽ മുനിസിപ്പൽ തലത്തിലുള്ള ബോർഡുകൾ ഏതുമായിട്ട് നിങ്ങൾക്ക് അതിനെ താരതമ്യം ചെയ്യാം എന്നുള്ള ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസേഴ്സുമായിട്ട് കമ്പയർ ചെയ്യാം. സോ ദേ വിൽ ടേക്ക് കെയർ ഓഫ് ദ വെൽഫെയർ ആൻഡ് ദേ വിൽ ടേക്ക് കെയർ ഓഫ് ദ പ്രോപ്പർ റണ്ണിങ് ഓഫ് ദീസ് പ്രൈമറി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, ഇനി ആൻഡ് ഫൈനലി 6ാമത്തെ പോയിൻ്റായിട്ട് നിങ്ങൾ ഓർക്കേണ്ടത്, സെക്കൻഡറി എഡ്യൂക്കേഷനെ അവർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷനിലേക്ക് ഡ്രൈവ് ചെയ്യുന്ന സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നും വൊക്കേഷണൽ അതായത് തൊഴിൽപരത കൊമേഴ്ഷ്യൽ കരിയേഴ്സിലേക്ക് ഡ്രൈവ് ചെയ്യുന്ന സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നും. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ +2 സയൻസ് എടുത്തു കഴിഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ഗ്രാജുവേഷനോ അല്ലെങ്കിൽ MBBS എഞ്ചിനീയറിങ്ങോ ഒക്കെ പോകാൻ പറ്റും, അല്ലെങ്കിൽ ആർട്സ് എടുത്തു കഴിഞ്ഞാൽ ആ രീതിയിൽ പോകാൻ പറ്റും. വൊക്കേഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്ഥാപനങ്ങളുണ്ട് അല്ലേ, തൊഴിൽപരത അല്ലെങ്കിൽ തൊഴിൽ എന്താ പറയേണ്ട പ്രാവീണ്യം നൽകുന്ന സ്ഥാപനങ്ങൾ. അപ്പോൾ രണ്ടായിട്ട് സെക്കൻഡറി എഡ്യൂക്കേഷനെ ഡിവൈഡ് ചെയ്തതും എപ്പോഴാണ്? അതായത് പിന്നീട് നമ്മുടെ മോഡേൺ ഇന്ത്യയിലെ പല എഡ്യൂക്കേഷൻ കമ്മീഷൻസും കൊടുത്തിട്ടുള്ള റെക്കമെൻഡേഷൻ്റെ പലതിൻ്റെയും ജെനിസിസ് എവിടെയാണ്? ഈ ഹുന്തർ കമ്മീഷനിലൊക്കെയാണ്. അപ്പം സെക്കൻഡറി എഡ്യൂക്കേഷനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഹയർ എഡ്യൂക്കേഷൻ എന്നും വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്നും. ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസം, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ കാരിയേഴ്സിൽ കൊമേഴ്ഷ്യൽ കാരിയേഴ്സ് നിങ്ങൾക്കൊരു തൊഴിൽപരത അല്ലെങ്കിൽ തൊഴിൽ പ്രാവീണ്യം നേടിക്കൊണ്ട് നിങ്ങൾക്ക് അറ്റ് ദ ഏർലിയസ്റ്റ് ഒരു തൊഴിലധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസം, അതിനാണ് വൊക്കേഷണൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പം നമുക്കിനി ഫ്യൂച്ചറിൽ അടുത്ത ക്ലാസ്സുകളിൽ പുതിയ അതായത് നമ്മുടെ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ള കമ്മീഷൻസ് പഠിക്കുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെ, ദിസ് പർട്ടിക്കുലർ റെക്കമെൻഡേഷൻ ഹാഡ് ഇറ്റ്സ് ജെനിസിസ് ഇൻ ഹുന്തർ കമ്മീഷൻ എന്ന് നമുക്ക് അവിടെ പറയാൻ സാധിക്കും, അല്ലെങ്കിൽ ഞാൻ നിങ്ങളടുത്ത് പറയും. ഓക്കെ, ശരി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹുന്തർ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഫൈനലി നമുക്കറിയാം ലോർഡ് കേഴ്സൻ്റെ സമയത്ത് 1902 റിലേ കമ്മീഷൻ വരുന്നുണ്ട്. റിലേ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ എന്താണ്? റിലേ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ ഈസ് ദാറ്റ് യൂണിവേഴ്സിറ്റി ആക്ട്, യൂണിവേഴ്സിറ്റീസ് ഓഫ് ഇന്ത്യ ആക്ട്. കാരണം ഇത്രയും യൂണിവേഴ്സിറ്റികൾ നിലവിൽ വരികയാണ്. 1902 ആയപ്പോഴത്തേക്കിന് സെൻട്രൽ മീൻസ് കൈൻഡ് ഓഫ് 3 പ്രൊവിൻസുകളിലും യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, പ്ലസ് ഈ പറയുന്നത് പോലെ അഡീഷണൽ യൂണിവേഴ്സിറ്റീസും ഉണ്ട് അല്ലേ. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റികളെയൊക്കെ നിയന്ത്രിക്കേണ്ട ആവശ്യം, പ്രത്യേകിച്ച് കൽക്കത്തയുടെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഹബ്ബായിട്ട് കൽക്കത്ത മാറി എന്നുള്ളതാണ്. നാഷണലിസ്റ്റ് മൂവ്മെൻറ്റുകളുടെ ഒരു ഹബ്ബായിട്ട് കൽക്കത്ത മാറി. അപ്പോൾ അവിടുത്തെ പ്രത്യേകിച്ച് കൽക്കത്ത യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇതുപോലെ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റിലേക്ക് നേതാക്കന്മാരെ ട്രെയിൻ ചെയ്യുന്നൊരു ബ്രീഡിംഗ് ഗ്രൗണ്ടായിട്ട് യൂണിവേഴ്സിറ്റി മാറിയിരിക്കുകയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റീസ് ഓഫ്
ഇന്ത്യ ആക്ട്, യൂണിവേഴ്സിറ്റീസ് ഓഫ് ഇന്ത്യ ആക്ട് 1902 പ്രകാരം നമ്മൾ ഇന്നലെ കണ്ടതാണ്. എന്താണ് പറഞ്ഞത്? 1902 പ്രകാരം വേർ ഇസ് ഇറ്റ്? ക്യാമ്പസ് പൊളിറ്റിക്സ് വേണ്ട. എന്താണ്? ക്യാമ്പസ് പൊളിറ്റിക്സ് വേണ്ട. ക്യാമ്പസ് പൊളിറ്റിക്സ് നടപ്പിലാക്കാനുള്ള ഇടവല്ല. അപ്പോൾ ക്യാമ്പസ് പൊളിറ്റിക്സ് എന്നുള്ളത് ഇന്നും പലപ്പോഴും നമ്മൾ ചർച്ചയാക്കുന്നൊരു വിഷയമാണ്. അത്തരത്തിൽ ലോർഡ് കേഴ്സൺ ഈ യൂണിവേഴ്സിറ്റീസ് ഓഫ് ഇന്ത്യ ആക്ട് ഉപയോഗിച്ചുകൊണ്ട് എന്ത് നിരോധിച്ചു? ക്യാമ്പസ് പൊളിറ്റിക്സ് കൈൻഡ് ഓഫ് ബാൻ ചെയ്തു. ഓക്കെ, സോ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ടൊക്കെയാണ് എന്ത് വരുന്നത്? ഇവിടുത്തെ നാഷണലിസ്റ്റുകൾ പ്രക്ഷോഭങ്ങൾ. അപ്പം ഇതിലും വലിയ പ്രശ്നം കേഴ്സൺ ഉണ്ടാക്കുന്നുണ്ട്. അതാണെന്ത്? ബംഗാൾ പാർട്ടീഷൻ. അപ്പോൾ സ്വദേശി മൂവ്മെൻ്റൊക്കെ ഇതിനെ ചുവടുപിടിച്ചാണ് വരുന്നത്. അതായത് ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ബിൽഡിംഗ് അപ്പ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ആളുകൾ കണ്ടമാനം, അല്ലെങ്കിൽ ജനങ്ങൾ മാസസ് ഇൻവോൾവ് ആയിക്കൊണ്ടുള്ള ആൻറ്റി ബ്രിട്ടീഷ്, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ആൻറ്റി നാഷണലിസ്റ്റ്. ആരെ? ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആൻറ്റി നാഷണലിസ്റ്റ്. നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ആൻറ്റി കൊളോണിയൽ അല്ലെങ്കിൽ ആൻറ്റി ബ്രിട്ടീഷ് ആക്ടിവിറ്റീസ്. സോ ആൻറ്റി നാഷണൽ അല്ലെങ്കിൽ ആൻറ്റി ബ്രിട്ടീഷ് ആക്ടിവിറ്റീസിൻ്റെ ബ്രീഡിംഗ് ഗ്രൗണ്ട്സ് ആയിട്ട് യൂണിവേഴ്സിറ്റീസ് മാറുന്നുണ്ട്. അതുകൊണ്ട് യൂണിവേഴ്സിറ്റീസിൽ എന്ത് പാടില്ല? ക്യാമ്പസ് രാഷ്ട്രീയം പാടില്ല എന്നുള്ളതായിരുന്നു എന്ത് ഈ പറയുന്ന ഈ യൂണിവേഴ്സിറ്റീസ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ കാതലായിട്ടുള്ള ഒരു പ്രപ്പോസൽ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് പിന്നാലെ തന്നെ എന്തും വരുന്നുണ്ടേ, അതിൻ്റെ പിന്നാലെ തന്നെ ബംഗാൾ പാർട്ടീഷനും വരുന്നുണ്ട്. സോ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് ലോർഡ് കേഴ്സൺ 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇന്ത്യയിലെ സ്വദേശി മൂവ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നു. അപ്പം നമ്മൾ ഇന്ന് 1813 ചാർട്ടർ ആക്ട് മുതൽ നമ്മുടെ യൂണിവേഴ്സിറ്റീസ് ഓഫ് ഇന്ത്യ ആക്ട് വരെയുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൺ ദിസ് നമുക്ക് എന്ത് ബിൽഡ് ചെയ്യാൻ പറ്റും? ഇന്ത്യയിലെ ഇന്ത്യയിലെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള മെഷേഴ്സ് അല്ലെങ്കിൽ പോളിസീസ് അല്ലെങ്കിൽ റിഫോംസ്, പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് മെഷേഴ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. സോ ഈ ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ നടപടികൾ മനസ്സിലാക്കാതെ നമുക്കത് മനസ്സിലാക്കുന്നതിൽ ഒരു അർത്ഥം, ഇത് അറിഞ്ഞിരിക്കണം. ഇത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു നോട്ട് ഞാൻ തയ്യാറാക്കുന്നുണ്ട്. ദാറ്റ് ഐ വിൽ ഷെയർ. ഒന്നുമില്ല, ഒരു ജിസ്റ്റ് പോലെ നിങ്ങൾക്കൊന്ന് പോയിൻറ്റ്സ് റെഫർ ചെയ്യാൻ വേണ്ടി. എന്നിട്ട് മാത്രമല്ല ഈ നിങ്ങളുടെ ചാനലിലോട്ട് ഈ എന്താണ് സ്ക്രിബിൾഡ് ആയിട്ടുള്ള നോട്ടും ഞാൻ ഷെയർ ചെയ്തുതരാം. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. സോ താല്പര്യമുള്ള ആൾക്കാർ ആ പേയ്മെൻറ്റ് ലിങ്ക് ഉപയോഗിച്ച് 500 റുപ്പീസ് ഫീ അടച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോഴ്സിൽ എൻറോൾ ചെയ്യാം കേട്ടോ. കോഴ്സിൽ എൻറോൾ ചെയ്യാം. താങ്ക് യു സാർ. സോ ലെറ്റ് us വൈൻഡ് അപ്പ് ഗൈസ്. ഇനിയിപ്പം അടുത്തൊരു സെഷനൂടെ 10 മണിക്ക് ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ നാളെ ബാക്കി ടോപ്പിക്സ് തരാം. ഇന്നലെ ഈ പറയുന്നത് പോലെ ഇതിൻ്റെ അകത്ത് റെക്കോർഡിങ്ങിൻ്റെ അകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്. സോ അത് ഇതുവരെ എനിക്ക് ഫിക്സ് ചെയ്യാൻ പറ്റിയില്ല. സോ ലൈവ് മാത്രമേ ഇപ്പോൾ നിലവിൽ പോകാൻ പറ്റുന്നുള്ളൂ. സോ ഹോപ്പ് യു എൻജോയ്ഡ് ദ സെഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം, ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഞാൻ പ്രിപ്പയർ ചെയ്തതനുസരിച്ചിട്ടുള്ള മറുപടികൾ ഞാൻ തരാം. ചോദിച്ചോളൂ. ഓക്കെ നിതിൻ, താങ്ക് യു. സോ പ്ലീസ് കൺസിഡർ ജോയിനിങ് ദിസ് ബാച്ച് അറ്റ് ദ ഏർലിയസ്റ്റ്. ധാരാളം വേക്കൻസി ഉള്ള ഒരു പോസ്റ്റ് തന്നെയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്. നിങ്ങൾ ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഒരു എഡ്ജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളവും ഇപ്പം നമ്മൾ സ്കോർ ബൂസ്റ്റർ കോഴ്സിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്ന ഹിസ്റ്ററിയും ജോഗ്രഫിയും എക്കണോമിക്സ് ഉൾപ്പെടെയുള്ള ടോപ്പിക്കിൽ ശക്തമായൊരു ബേസും ഉണ്ടെന്നുണ്ടെങ്കിൽ വൈ നോട്ട് യു വിൽ ബി അമംഗ് ദ ടോപ്പേഴ്സ്. ആദ്യത്തെ ഒരു 50-100 റാങ്കിനുള്ളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എത്താൻ പറ്റും. ഓക്കെ, സോ അതിന് ഉതകുന്ന ഏറ്റവും അഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു മെൻറ്റർഷിപ്പ് കോഴ്സാണിത്. സോ ഈ കോഴ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് ഓൾറെഡി ഈ പ്ലാറ്റ്ഫോമിലുള്ളവരെ ഞാനൊന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണ്. സോ യു റൈറ്റ്ലി ഐഡൻറ്റിഫൈഡ് ദിസ് ബാച്ച്, ദിസ് കോഴ്സ്. അപ്പോൾ നിങ്ങൾ ഈ ക്വാളിറ്റി മനസ്സിലാക്കി വന്ന ആൾക്കാരാണ്. സോ സ്കോർ ബൂസ്റ്റർ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ കോഴ്സ് സജസ്റ്റ് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ആൻഡ് സ്കോർ ബൂസ്റ്റർ കോഴ്സിലുള്ളവർക്ക് ലിങ്ക് ഇട്ടിട്ടുണ്ട്. രാത്രിയിലത്തെ RBIയുടെ ക്ലാസ്സിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 10 മണിക്ക് ആ ക്ലാസ്സിൽ കാണാം. ഓക്കെ ഗൈസ്, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ. പേയ്മെൻറ്റ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ പേഴ്സണലി DM ചെയ്താൽ മതി. ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരു QR ഇട്ട് തരാം. ഇതിപ്പോൾ പേയ്മെൻറ്റ് ലിങ്കാണ്. റേസർ പേ വഴി ഡയറക്റ്റ് ആയിട്ട് ആ പേയ്മെൻറ്റ് പോയിക്കോളും. ഓക്കെ, ബൈ, ടേക്ക് കെയർ.